ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായം 1-2. അബ്രഹാമിന് 99 വയസ്സായപ്പോൾ, അതായത് ഈ മെസ്സേജ് 99ഉം അതിന് മുകളിലോട്ടും പ്രായമുള്ളവർക്ക് വേണ്ടിയാണ് ഞാൻ ഇന്നിവിടെ പറയുന്നത്. ചില ഇരിപ്പ് കണ്ടാൽ 199 പോലെ ഇരിക്കുന്നു. അതായത് 99 വയസ്സായാലും പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. അബ്രഹാമിന് 99 വയസ്സായപ്പോൾ ദൈവം അവനെ കൈവിട്ടെന്നല്ല, യഹോവ അബ്രഹാമിന് പ്രത്യക്ഷനായി. നിന്റെ ജീവിതത്തിന്റെ ഏറ്റവും ഒടുവിലെ സമയത്ത് പോലും പ്രത്യക്ഷനായി വീണ്ടും നിന്നെ പുതുക്കിയെടുക്കാൻ കഴിവുള്ള ദൈവമാണ് എന്നെയും നിന്നെയും വിളിച്ച ദൈവം. ഈ കാര്യത്തിൽ നമ്മുടെ ഉള്ളം ഉറക്കണം. അതായത് എനിക്കൊരു ദൈവമുണ്ട്. എൻ്റെ ജീവിതത്തിൻ്റെ ഒരു സാഹചര്യത്തിലും എന്നെ കൈവിടുന്നവനല്ല എൻ്റെ ദൈവം. അബ്രഹാമിന് 99 വയസ്സായപ്പോൾ യഹോവ അബ്രഹാമിന് പ്രത്യക്ഷനായി. ഒരു 60 വയസ്സ് കഴിഞ്ഞാൽ നമ്മുടെ അടുത്തുനിന്ന് എല്ലാവരും അപ്രത്യക്ഷമാകുകയാണ്. കാരണം നല്ല പ്രായത്തിലൊക്കെ ഒത്തിരി പേര് നമ്മുടെ കൂടെയുണ്ട്. പക്ഷെ വയസ്സാകും തോറും എല്ലാവരും നമ്മിൽ നിന്ന് അകലുകയാണ്. കാരണം 60 വയസ്സ് കഴിഞ്ഞ് പെൻഷനായ ഒരാളെ എന്തിനു കൊള്ളാം? എന്നാൽ 99 വയസ്സായവനെ ദൈവം പ്രതീക്ഷയോടെ അവൻ്റെ അടുക്കലേക്ക് ഇറങ്ങി വരികയാണ്. അതായത് ദൈവം ഒരുവൻ ആയുസ് തന്നിട്ടുണ്ടെങ്കിൽ, അവനോട് ദൈവം എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അവനുമായി ദൈവത്തിനൊരു ഉടമ്പടി ഉണ്ടെങ്കിൽ ദൈവം അത് നിവർത്തിക്കുന്ന ദൈവമാണ്. ദൈവം 99 വയസ്സുള്ള അബ്രഹാമിന് പ്രത്യക്ഷനായി. ഞാൻ സർവശക്തിയുള്ള ദൈവം ആകുന്നു. നീ എൻ്റെ മുമ്പാകെ നടന്ന് നിഷ്കളങ്കനായിരിക്കുക. അബ്രഹാമേ, നീ എൻ്റെ മുമ്പിൽ നടക്ക്. ഞാൻ ആരാണെന്നറിയാമോ? ഞാൻ സർവശക്തിയുള്ള ദൈവമാണ്. അബ്രഹാം മനസ്സ് മടുത്ത് തളർന്ന് പ്രതീക്ഷകൾ മുഴുവനും അസ്തമിച്ച് ഇരിക്കുന്ന ഒരു സമയം. വിളി കേട്ടിറങ്ങിയത് 75-ാമത്തെ വയസ്സിൽ. 24 വർഷമായിട്ട് മറുപടി കാണാതെ ഒരു വിഷയത്തിൽ 24 വർഷമായി പ്രാർത്ഥിക്കുന്ന ഒരുവൻ ഒരു വിഷയത്തിൽ. എന്നാൽ പ്രാർത്ഥിക്കാത്ത പലതും ദൈവം അവന് കൊടുത്തു. ഇതാണ് നമ്മുടെയും പ്രശ്നം. നമ്മൾ ചോദിക്കുന്നത് ദൈവം തരുന്നില്ല, ചോദിക്കാത്തതെല്ലാം ദൈവം തരുന്നുമുണ്ട്. നമ്മൾ പറഞ്ഞ കർത്താവ് ഇതൊന്നും അല്ല, ഇതൊന്നും എനിക്കൊരു വിഷയമല്ല, എനിക്ക് അത് വേണം. അതിൻ്റെ വിഷയത്തിൽ എന്താണ്? എനിക്കൊരു മകനെ വേണം, എനിക്കൊരു അവകാശിയെ വേണം. എൻ്റെ ദാസൻ ആ മറ്റൊരു വ്യക്തി, ഒരു വീട്ടിലെ വേലക്കാരൻ ഇതിനൊക്കെ അവകാശിയായി തീരാൻ പോവുകയാണ്. നീ തന്ന സമ്പത്തിനും നീ തന്ന സമൃദ്ധിക്കെല്ലാം അനന്തരാവകാശിയില്ലാതെ പോകുന്നു. അവൻ്റെ ഉള്ളിൽ ഭാരമാണ്. ഈ അനുഗ്രഹങ്ങൾ കൈമാറാൻ ആരുമില്ലല്ലോ ദൈവമേ. എന്നാൽ എന്തെല്ലാം മോഹന വാഗ്ദാനങ്ങളാണ് അങ്ങെനിക്ക് തന്നത്. ഇറങ്ങുന്ന സമയത്ത് തന്നെ പറഞ്ഞു, ഭൂമിയിൽ വർദ്ധിച്ച് പെരുകുമെന്നും എല്ലായിടത്തും മാനിക്കപ്പെടുമെന്നും ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ നിന്റെ തലമുറ ഉണ്ടാകുമെന്നും ഒക്കെ പറഞ്ഞത് എവിടെ കർത്താവേ? മനസ്സ് മടുത്ത് തളർന്ന് ഇരിക്കുന്ന സമയത്ത് ദൈവം ഇറങ്ങി വന്നു. ഇന്നാരെങ്കിലും പ്രാർത്ഥനകളെല്ലാം കഴിഞ്ഞ് മറുപടി കാണാതെ പ്രതീക്ഷ പോയി മനസ്സ് മടുത്തിരിക്കുന്നുണ്ടെങ്കിൽ, ചൂരച്ചെടിയുടെ തണലിൽ കിടന്ന ഏലിയാവിൻ്റെ അരികിൽ സ്വർഗത്തിലെ ദൈവം ദൂതനെ അപ്പവും വെള്ളവുമായി വിട്ടതുപോലെ നിന്നെ എഴുന്നേൽപ്പിക്കാൻ, നിന്നെ ബലപ്പെടുത്താൻ, നിന്നെ ശക്തീകരിക്കാൻ, നിന്നെ വീണ്ടും നടത്താൻ കഴിവുള്ള ഒരു കർത്താവ് ഇന്ന് നിനക്ക് വേണ്ടി ഉണ്ടെന്നുള്ള ഒരു സന്ദേശം കർത്താവിൻ്റെ മക്കളുടെ അകത്ത് വന്ന് വീണ എത്ര സമയം കഴിഞ്ഞാലും അവൻ്റെ വാഗ്ദത്തങ്ങൾക്ക് ആമേൻ ഊവ് ഊവ് എന്നേ ഉള്ളൂ. അതിന് നമ്മൾ ആമേൻ ആമേൻ എന്ന് പറഞ്ഞാൽ മതി. അതാണ് നമ്മൾ ദൈവം തന്ന വാഗ്ദത്തങ്ങൾക്ക് എല്ലാം ആമേൻ ആമേൻ എന്ന് ഇവിടെ പാടിയത്. എല്ലാ കാര്യങ്ങൾക്കും ഉറപ്പാണ്. ഇത് കേൾക്കുന്ന എല്ലാവരോടും ദൈവത്തിലുള്ള വിശ്വാസത്തിൽ ഞാൻ പറയുകയാണ്, നിങ്ങൾ എന്തെല്ലാം പ്രാർത്ഥിക്കുന്നുവോ അതിന് മറുപടി മാത്രമേ ഉള്ളൂ. ദൈവം നിങ്ങളെ കൈവിടില്ല.
നിങ്ങളോട് പറഞ്ഞ വാഗ്ദത്തങ്ങൾ നിറവേറ്റിയില്ലെങ്കിൽ നിങ്ങളെ വിളിച്ച ദൈവം ദൈവമല്ല. ഉറപ്പാണ്, നമ്മുടെ ദൈവം അവൻ ആരംഭവും അവൻ അവസാനവുമാണ്. നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ, ഫിലിപ്പി ലേഖനം 1:4, നിങ്ങളിൽ നല്ല പ്രവർത്തികൾ ആരംഭിച്ചവൻ ക്രിസ്തുവേശുവിൻ്റെ നാളോളം അതിനെ തികയ്ക്കുമെന്ന് പൗലോസ് പറയുകയാണ്. ഉറപ്പായി വിശ്വസിച്ചുമിരിക്കുന്നു. ഉറപ്പായിട്ട് എൻ്റെ ദൈവമാണ് എന്നെ എൻ്റെ ജീവിതത്തിന് ഒരു തുടക്കം തന്നതെങ്കിൽ അത് പൂർത്തിയാക്കാനും അവന് കഴിയും. ക്രിയേറ്റർ ആൻഡ് കംപ്ലീറ്റർ, ആരംഭിച്ചവൻ, സകലതും ഉളവാക്കിയവൻ, പൂർത്തീകരിക്കുന്നവൻ. ആദാം പാപം ചെയ്തെന്ന് കരുതി, ഹവ്വ പാപം ചെയ്തെന്ന് കരുതി, തോട്ടത്തിന് പുറത്തു പോയെന്ന് കരുതി ദൈവം കളഞ്ഞേച്ചു പോയില്ല. എന്നാ പിന്നെ ഒരു പുതിയ ആദാമിനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചില്ല. ഇല്ല, എന്ത് ചീത്തയായി പോയോ അതിനെ തന്നെ നന്നാക്കി വീണ്ടും അതേ അനുഗ്രഹത്തിലേക്ക് കൊണ്ടുവരുന്നവനാണ് ദൈവം. ദൈവം അബ്രഹാമിനോട് പറഞ്ഞു, അബ്രഹാമേ, ഞാൻ കളഞ്ഞേച്ചു പോകുന്നവനല്ല, ഞാൻ വീണ്ടും തിരിച്ചു കൊണ്ടുവന്ന് പണിതെടുക്കുന്നവനാണ്. അബ്രഹാമേ, നീ ധൈര്യപ്പെടുക, നിന്നെ ഞാൻ പണിതെടുക്കും, നിന്റെ വീടിനെ ഞാൻ പണിയും, നിന്നിൽ ഭൂമിയിലുള്ള സകല രാജ്യങ്ങളും അനുഗ്രഹിക്കപ്പെടും. ഈ വാക്ക് കേട്ടാണ് ഉൽപ്പത്തി പുസ്തകം 12 1, 2, 3 വായിക്കുമ്പോൾ നിന്നിൽ ഭൂമിയിലുള്ള സകലരും അനുഗ്രഹിക്കപ്പെടും. ഇതെല്ലാം കേട്ടപ്പോൾ ചാർച്ചക്കാരെയും പിതൃദേശത്തെയും സ്വന്തം ഭവനത്തെയൊന്നും വകവെക്കാതെ എടുത്തു ചാടി, നമ്മുടെ ഭാഷയെ പറഞ്ഞ സ്നാനപ്പെട്ടിറങ്ങിയതാണ്. പള്ളിയും നോക്കിയില്ല, നാടും നോക്കിയില്ല, ബന്ധവും നോക്കിയില്ല, കൂട്ടുകാരും നോക്കിയില്ല, എടുത്തു ചാടി ഇറങ്ങിയ വിശ്വാസികളുടെ പിതാവ് ഇടക്ക് വെച്ച് ചോദിക്കുകയാണ്, ചാടണമായിരുന്നോ? കുറച്ചും കൂടി ആലോചിച്ചിട്ടൊക്കെ സാറ പല പ്രാവശ്യവും പറഞ്ഞു, അവൾക്ക് ഭയങ്കര അറിവുള്ളവളാണ്. അവൾ ഇടക്കിടക്ക് പറയാം, അച്ഛാ ഇത്രയും വേഗത്തിൽ എടുത്ത് ചാടണോ? അബ്രഹാം ഒരു ആക്സിലേറ്റർ ആണെങ്കിൽ സാറ ഒരു സഡൻ ബ്രേക്കാണ്. അതുകൊണ്ടാണ് കുഞ്ഞിനെ യാഗം കഴിക്കാനായിട്ട്, നിന്റെ ഏകജാതനായ മോനെ യാഗം കഴിക്കാനായിട്ട് കൊണ്ടുപോകാൻ പറഞ്ഞപ്പോൾ അബ്രഹാം അതിരാവിലെ എഴുന്നേറ്റു. കാരണം എന്താണ്? സാറ കൊച്ചമ്മ നല്ല ഉറക്കമാണ്. ആ സമയത്ത് അതിരാവിലെ എഴുന്നേറ്റ് ഈ കുഞ്ഞുമായിട്ട് പൊയ്ക്കളഞ്ഞു. അല്ലെങ്കിൽ സാറ പറയും, അച്ചായ വളരെ ആലോചിച്ചെടുക്കേണ്ട തീരുമാനമാണ്. ബുദ്ധി നന്നായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു കൊച്ചമ്മ, നല്ല ബുദ്ധിയുള്ള ഒരു സ്ത്രീ ഒരു ദിവസം അബ്രഹാമിനോട് പറഞ്ഞു, അബ്രഹാമേ, അല്ലെ അച്ചായ, ചേട്ടാ, നിങ്ങൾ എന്താ വിളിക്കുന്നത് അതനുസരിച്ച് ഓർത്താ മതി. അച്ചായ അല്ലെങ്കിൽ അങ്ങുന്നേ, എങ്ങനെയാ കാട്ട്. കാരണം സാറ യജമാനെ എന്നാ വിളിച്ചത്. അതായത് അഡോണായി എന്നാണ് അതിനെ ഹീബ്രുവിൽ. അഡോണായി, എൻ്റെ യജമാനനെ. ഇന്നാളാരോ പറഞ്ഞു അന്ന് അഡോണായി എന്നായിരുന്നു, ഇന്ന് എഡോനായി എന്നാണെന്ന്. ഇത്തിരി ചെറിയൊരു വ്യത്യാസം. അതോ മലയാളത്തിലെ ആ പ്രയോഗം ശരിയാ, വേറെ ഒന്നിനും പറ്റൂല. അന്ന് യജമാനനെ അഡോണായി എന്ന് വിളിച്ചിരുന്നു. ആര്? ഭാര്യമാർ. ഇന്നോ? ഞാൻ പറയുന്നില്ല. സാറ ഒരു നല്ല ബുദ്ധി പറഞ്ഞു കൊടുത്തു, അച്ഛൻ ഒരു കല്യാണവും കൂടി കഴിക്കണം. ഞാനൊരു പെണ്ണിനെ കണ്ടുവച്ചിട്ടുണ്ട്, നമ്മുടെ വീട്ടിൽ പാത്രം കഴുകാൻ വരുന്ന പെണ്ണ്. നടന്ന സംഭവമാണ്. ഹാഗാർ. സാറയാണ് ആ കല്യാണം നടത്തിയത്. 318 അഭ്യാസികളെ കൂടി ചേർന്ന് ചിക്കൻ ബിരിയാണി വെച്ചു. അങ്ങനെ ഹാഗാറിൽ അബ്രഹാമിന് ഒരു കുഞ്ഞ് ജനിച്ചു. ഈ കുഞ്ഞ് പിന്നത്തേതിൽ തലവേദനയായി. ദൈവം അബ്രഹാമിനോട് പറഞ്ഞു. സാറ ഉടനെ പറയാണ്, സാറ ഉടനെ തിരിഞ്ഞു. കണ്ടോ കണ്ടോ കണ്ടോ, ഇപ്പൊ അവൾക്ക് എന്നോട് ഭയങ്കര എന്നെ നിന്ദിക്കുകയാണ്. അവൾക്കൊരു കുഞ്ഞായി, എനിക്ക് വർഷങ്ങളായിട്ട് മക്കളില്ല. അതുകൊണ്ട് ഇതിനെല്ലാം കാരണക്കാരൻ താൻ ഒരുത്തനാണ്. അതുകൊണ്ട്
സഹോദരന്മാരെ, നമ്മുടെ സഹോദരിമാർ ബുദ്ധിപരമായി ഉപദേശം തന്നാൽ 10 പ്രാവശ്യം പ്രാർത്ഥിച്ചിട്ട് തീരുമാനമെടുക്കുക. നാളെ പറയും അത് നിങ്ങളാണത് തീരുമാനിക്കണം, ഞാൻ പലതും പറയും എന്ന് പറഞ്ഞ് ഇവർ രക്ഷപ്പെടും. അതുപോലെ തന്നെ സഹോദരിമാരെ, ഈരിക്കുന്നവർ, ഞാൻ രണ്ടിലും പെട്ടതല്ല, എന്തെങ്കിലും വിശ്വാസത്തിൻ്റെ ചുവട് വെക്കുമ്പോൾ, രണ്ടും പെട്ടതല്ലെന്ന് പറയുമ്പോൾ എന്നെ വേറെ ചിത്രീകരിക്കും. വിശ്വാസത്തിൽ ചുവട് വെക്കുമ്പോൾ, നിങ്ങൾ ചുവട് വെക്കുമ്പോൾ ഉടനെ ഇപ്പം സ്നാനപ്പെടണമോ, ഒന്നാലോചിച്ച് പോരെ എന്ന് പറയുമ്പോൾ നിങ്ങൾ പ്രാർത്ഥിച്ചേ തീരുമാനമെടുക്കാം. ഇവിടെ കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു മോൻ സ്നാനപ്പെട്ടു, വിനോദ്. വർഷങ്ങളായി വീണ തൻ്റെ ഭാര്യ പ്രാർത്ഥിച്ചു. അവൾ വിശ്വാസിയായിരുന്നു ഞാൻ അവളെ കാണുമ്പോൾ. എന്നാൽ അവൾ ഒരു കാത്തലിക് ഫാമിലിയിൽ നിന്ന് വിവാഹം കഴിക്കേണ്ട ഒരു സാഹചര്യം വന്നു. അവളന്ന് സ്നാനപ്പെട്ടിട്ടില്ല. എന്നാൽ അവളകത്ത് രക്ഷയുണ്ടായിരുന്നു. സ്നാനപ്പെട്ടിട്ടും ആ വർഷങ്ങൾ, നീണ്ട വർഷങ്ങൾ വിനോദിന് വേണ്ടി പ്രാർത്ഥിച്ചു. ഇന്നലെ വിനോദ് സ്നാനപ്പെട്ടു. ഹല്ലേലൂയ. വർഷങ്ങൾ ഒരു പെൺകുട്ടി ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിച്ചു. ഇന്നലെ സ്നാനപ്പെട്ടു. ഈ ആഴ്ച അവരുടെ വെഡിങ് ആനിവേഴ്സറിയുമാണ്. എവിടെ വീണ? എവിടെ? വീണ ഇവിടെ ഇരിപ്പുണ്ട്. ഹല്ലേലൂയ. ദൈവം എത്ര വിശ്വസ്തനാണ്. ബുദ്ധിപരമായി വേണമെങ്കിൽ വീണയ്ക്ക് അതിനകത്തൊരാളായി ഒരു 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 മതത്തിൽ ജീവിച്ച് അവൾക്ക് അങ്ങോട്ട് അലിഞ്ഞു പോകാമായിരുന്നു. എന്നാൽ രക്ഷ കളയാതെ, അവളുടെ വിശ്വാസം കളയാതെ വർഷങ്ങൾ നിന്നതുകൊണ്ട് ഇതാ തൻ്റെ ഭർത്താവ് അനുഗ്രഹിക്കപ്പെട്ട ഒരു തീരുമാനമെടുത്ത് ഒരു കുടുംബമായിട്ട് ഇന്ന് യേശുവിനെ ആരാധിക്കുന്നു. ഇതുപോലെ പീയൂഷ് പറഞ്ഞ സാക്ഷ്യം പോലെ ഒത്തിരി കാര്യങ്ങൾ നാളെ നമുക്ക് പറയണമെങ്കിൽ ബുദ്ധിപരമായി നമ്മുടെ വീട്ടിലുള്ളവർ പോലും ഒരു തീരുമാനമെടുത്താലും നമ്മൾ അതിൻ്റെ ഒപ്പം നിൽക്കരുത്. നമ്മൾ ദൈവത്തിൻ്റെ വിശ്വാസം, നമുക്ക് ദൈവം തന്ന വിശ്വാസത്തിനൊത്തവണ്ണം നാം ചുവട് വെക്കണം. സാറ പറഞ്ഞു ഹാഗാറിനെ കല്യാണം കഴിക്കാൻ, സാറ തന്നെ പറഞ്ഞു അവളെ പുറത്താക്കാൻ. അബ്രഹാം ഇങ്ങനെ തലചൊറിഞ്ഞ് നിൽക്കുകയാണ്. അത് ശരിയാണോ? ശരിയല്ലാത്ത കാര്യമല്ലേ? ദൈവം പറഞ്ഞു, അവള് പറഞ്ഞത് കേൾക്കും. അപ്പൊ ദൈവം എപ്പോഴും നിങ്ങളുടെ കൂടെ തന്നെ നിൽക്കും. കാരണം ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ, അപ്പൊ ഇതിനിടയിൽ വന്നു കയറിയത് ഇവന്റെ അവിശ്വാസ നിമിത്തമാണ്. അതുകൊണ്ട് സാറ പറയുന്നതാണ് കൃത്യം. അതുകൊണ്ട് ആരോ പറഞ്ഞു, അബ്രഹാം വളരെ ബഹുമാനത്തോടെയാണ് സാറയെ കരുതി വിളിച്ചിരുന്നത്, സാറേ എന്നാണെന്ന്. ഭയങ്കര ബഹുമാനമായിരുന്നെന്ന്. ചുമ്മാതാ, ഞാനങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. എന്നാൽ സാർ അബ്രഹാമിനെ ബഹുമാനിച്ചു. കാരണം വിശ്വാസത്തിൻ്റെ ചുവട് വെച്ചത് കൊണ്ട് അബ്രഹാമായി മാറി. ഇവിടെ നമ്മൾ വായിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായത്തിൽ 1-2 വാക്യങ്ങളിൽ അബ്രഹാം തളർന്നു, മടുത്തു, ക്ഷീണിച്ചു. ഇനി എന്ത് ചെയ്യണമെന്ന് അവൻ അറിയില്ല. അപ്പോൾ ദൈവം ഏറ്റവും ഒടുവിലെ സമയം ഇറങ്ങി വരികയാണ്. അവൻ വിചാരിച്ചു ഇതോടെ തീർന്നു. 99. നമ്മളവിടെ പരിശുദ്ധാത്മാവ് എടുത്തു പറഞ്ഞിരിക്കുകയാണ് 99. നമ്മളൊരു തുണിക്കടയിൽ ചെന്നാൽ ഉടുപ്പിൻ്റെ വില 2999. നമ്മൾ സമാധാനമോ. ഇന്നലെ ജോയൽ എന്നോട് പറഞ്ഞു, ഞാൻ പറഞ്ഞു വീട്ടിലത്തേക്ക് ഒരു സാധനം വാങ്ങണം, അതിന് 14,000 രൂപയേ ഉള്ളൂ. കാരണം അത് ഇത്തിരി വില കൂടിയ സാധനമാണ്. അപ്പോൾ ജോയൽ പറഞ്ഞു, പപ്പേ അത് 15,000 14,900. അപ്പം എനിക്ക് സമാധാനം, എടാ 14,000 അല്ലേ ഉള്ളു. ഇതാണ് ഈ 99ൻ്റെ പ്രശ്നം. ചെരുപ്പ് കടയിൽ ചെന്നാൽ, എന്ത് ഫ്രിഡ്ജ് മേടിക്കാൻ ചെന്നാലും 999, കുറേ 9കൾ വരും. അബ്രഹാമിന് ഇതാ 99, 2 അവൻ്റെ മുമ്പിൽ നിൽക്കുകയാണ്. അടുത്ത വർഷം കേക്ക് വെച്ചാൽ 100 മെഴുതിരി കത്തിക്കണം. എന്താണ് 100 മെഴുതിരി? നാളെ ആരോ പറഞ്ഞു, ഇപ്പം കേക്ക് മുറിച്ച് കേക്ക് വെച്ച് മെഴുതിരി കത്തിക്കൽ നിർത്തി. കാരണം എന്താണ്? ഈ കേക്ക് ഷുഗറും കൊളസ്ട്രോളും ഉണ്ടാക്കുന്നു. അതുകൊണ്ട് ആപ്പിൾ വെച്ചിട്ട് ഒരു മെഴുതിരി കിട്ടും. അത് ഏത് വയസ്സിൻ്റെ ഒറ്റ മെഴുതിരി.
50 വയസ്സായ 50 എന്ന് പറഞ്ഞ മെഴുകുതിരി കിട്ടും. പണ്ട് ഞങ്ങളൊക്കെ ചെറുതായിരുന്നപ്പോൾ മെഴുകുതിരി ഊതി ഊതി ഒരു ഗതിയായി. പണ്ടൊരപ്പച്ചൻ, 100 വയസ്സുള്ളൊരപ്പച്ചൻ, മെഴുകുതിരി ഊതി ഊതി എല്ലാവരും പാട്ട് പാടുകയാണ്, ഹാപ്പി ബർത്ത്ഡേ. ഊതി ഊതി 65 ആയപ്പോൾ അപ്പച്ചൻ കാറ്റുപോയി. കാരണം ഉള്ള കാറ്റ് മുഴുവനും മെഴുകുതിരിയിൽ ചെലവാക്കി. ഇനി 35 മെഴുകുതിരിക്കുള്ള ശ്വാസമില്ലാതെയായി. അപ്പോൾ അബ്രാമിന്റെ ഗതി ഇതാണ്. അവന് ഒരു സ്വസ്ഥതയില്ല. അവന്റെ മുമ്പിൽ മുഴുവൻ ഇരുട്ടാണ്. നാളെയെക്കുറിച്ച് പറയാനില്ല. പെട്ടെന്ന് ഒരു അസ്വസ്ഥത വന്ന് കുഴഞ്ഞു വീണാൽ 318 പേര് ഇത് കേട്ടിറങ്ങിയിട്ടുണ്ട്. ലോത്തിന്റെ വീട്ടുകാർ കളിയാക്കും. ഇറങ്ങി തിരിച്ച നാട്ടിലുള്ളവരറിഞ്ഞാൽ അവര് പൊട്ടിച്ചിരിക്കും. ഇറങ്ങി തിരിച്ചിട്ട് എവിടെ? ദൈവത്തെ വിശ്വസിച്ച് ഇറങ്ങിയെന്ന് പറഞ്ഞിട്ട് എന്ത് കാണാനുണ്ട്? ഇതെല്ലാവർക്കും ഉള്ളൊരു ദുഃഖമാണ്. ഞങ്ങൾ എടുത്തു ചാടിയതാണ്. അബ്രാമിന് പറയാനുള്ളത് എങ്ങോട്ടൊന്നില്ലാതെ പുറപ്പെട്ടതാണ്. എന്നാൽ വാ കൊണ്ട് ഒരു അവിശ്വാസം അവൻ പറയുന്നില്ല. ഉള്ളിലുണ്ട്. ഇതാണ് നമ്മുടെ അവസ്ഥ. വാ കൊണ്ട് പറയുന്നില്ല, എന്നാൽ ഉള്ളിൽ വിഷമമുണ്ട്. എടുത്ത തീരുമാനങ്ങൾ ശരിയാണോ? ആ സ്വന്തക്കാരുടെ ഇടയിൽ തന്നെ ജീവിച്ചാൽ മതിയായിരുന്നില്ലേ? എന്തിന് ഇറങ്ങി തിരിച്ചു? ആ കാലത്ത് നദി കടക്കുന്നവനെ ശപിക്കപ്പെട്ടവനെന്ന് വിളിക്കുന്ന കാലം. ആ കാലത്ത് അബ്രാം യൂഫ്രട്ടീസ്, ടൈഗ്രീസ് പോലെയുള്ള പല നദികൾ കടന്നു. നദി കടന്നാൽ അവൻ ശപിക്കപ്പെട്ടവനാണ്. ഇന്ത്യയിൽ അങ്ങനെ ഒരു സംസ്കാരം ഉണ്ടായിരുന്നു. അതായത് ഇന്ത്യയുടെ ചുറ്റുമുള്ള ഏതെങ്കിലും സമുദ്രം കടന്ന് മറ്റൊരു രാജ്യത്ത് പോയാൽ ശപിക്കപ്പെട്ടവൻ. അതിനെ വിളിക്കുന്ന കാവിപ്പാനി എന്നാണ്. അങ്ങനൊരു സംസ്കാരം നമ്മുടെ രാജ്യത്തുണ്ടായിരുന്നു. അബ്രാമിന്റെ കാലത്ത് 3000-4000 വർഷങ്ങൾക്ക് മുമ്പ് നദി കടന്നാൽ ശപിക്കപ്പെട്ടവനാണ്. അതിന്റെ അർത്ഥം ജനിച്ച കരയെ തന്നെ നീ തീരണം. എന്നാൽ ദൈവം പറഞ്ഞു, ജനിച്ച കരയിൽ നീ തീരരുത്, നീ പുറത്തു വരണം. അപ്പോൾ ആ നാട്ടിലുള്ള മൂപ്പന്മാർ, നാട്ടുകാർ പറഞ്ഞു, മോനെ നീ നദി കടക്കരുത്, നദി കടന്നാൽ നീ ശപിക്കപ്പെട്ടവനാകും. അബ്രാം ദൈവശബ്ദം കേട്ട് നദി കടന്നു. അന്ന് ആ കരയിൽ നിന്ന എല്ലാവരും, ബന്ധുക്കളും ചാർച്ചക്കാരും എല്ലാവരും ചേർന്ന് വിളിച്ചു പറഞ്ഞു, എബ്രായൻ. അങ്ങനെയാണ് എബ്രായർ എന്ന വാക്കുണ്ടായത്. അബ്രാമിന്റെ മക്കളെ വിളിച്ച പേരാണ് എബ്രായർ. എന്താണ്? ശപിക്കപ്പെട്ടവർ. നമ്മൾ കർത്താവിന് വേണ്ടി ഇറങ്ങിയപ്പോൾ മറ്റുള്ളവർ പറഞ്ഞതാണത്. എന്താണ്? ഗതികെട്ടു പോയവരാണ് ഇവർ, നല്ല പള്ളിയും നല്ല വീടും മാന്യതയും കളഞ്ഞ് ചിറങ്ങിയവരാണ് എന്ന് പറഞ്ഞതാണ്. എന്നിട്ടും അനുഗ്രഹിക്കപ്പെട്ടവരാണ് ഇതിനകത്ത് വന്നിരിക്കുന്നവർ. എത്ര പേർ അങ്ങനെ ഉറപ്പുള്ളവരാണ്? വചനം കേട്ടവർ, ദൈവശബ്ദം കേട്ടവർ ചേർന്ന് കൈകൾ അടിച്ച് കർത്താവിനെ ആരാധിച്ചേ. അബ്രഹാം ഇറങ്ങി തിരിച്ചു വിശ്വാസത്താൽ. വയസ്സ് 99. 24 വർഷമായിട്ട് ഒന്നും കാണുന്നില്ല. പ്രാർത്ഥനയ്ക്ക് മറുപടിയില്ല. എപ്പോഴും ദൈവശബ്ദം കേൾക്കും. ആ ദൈവശബ്ദം കേൾക്കുമ്പോൾ ഒരു ഉണർവുണ്ടാകും. പിന്നത്തേതിൽ സാഹചര്യങ്ങളിലേക്ക് നോക്കുമ്പോൾ നിരാശ വരും. ദൈവം ഇറങ്ങി വന്നിട്ട് അബ്രാമിനോട് പറഞ്ഞു, ഞാൻ സർവ ശക്തിയുള്ള ദൈവമാണ്. അതിൻ്റെ ശരിയായ എബ്രായ പദമാണ് എൽ ഷദ്ദായ്. എല്ലാവരും ഒന്ന് പറഞ്ഞ എൽ ഷദ്ദായ്. എൽ ഷദ്ദായ് എന്ന വാക്കിൻ്റെ അർത്ഥം, ആ ഒറ്റ വാക്കിൽ അവിടെ സർവശക്തിയുള്ള ദൈവം എന്നാണ്. എന്നാൽ എൽ ഷദ്ദായ് എന്ന് പറയുമ്പോൾ ഏലോഹീം എന്ന വാക്കിൻ്റെ ആദ്യത്തെ വാക്കാണ് എൽ. എൽ എന്ന് പറഞ്ഞാൽ ഞാൻ, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. ഏലോഹീം എന്ന ദൈവമാണ് ഞാൻ. അബ്രാമിനോട് പറയണം, അബ്രാമേ ഞാൻ ആരാണെന്നറിയാമോ? ഞാൻ ഏലോഹീമാണ്. ആരാണ് ഏലോഹീം? ഹീം എന്ന വാക്ക് എബ്രായ വാക്കുകളിൽ ഒടുവിൽ വന്നാൽ അത് ബഹുവചനമാണ്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും എവിടെയെല്ലാം സമ്മേളിക്കുന്നുവോ അവിടെയെല്ലാം ഏലോഹീം എന്ന വാക്കാണ് വരുന്നത്. ആദിയിൽ ഏലോഹീം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു.
അവിടെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാണ് ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ കാണുന്നത്. ഭൂമി പാഴുശൂന്യമായിരുന്നു, ആഴത്തിന്റെ മീതെ ഇരുളുണ്ടായിരുന്നു. ഏലോഹീമിന് ഇതൊന്നും ഒരു വിഷയമല്ല. എത്ര പാഴാണെങ്കിലും എത്ര ശൂന്യമാണെങ്കിലും ആ ശൂന്യമായി കിടക്കുന്നതിൻ്റെ മീതെ വെള്ളം കയറി മുങ്ങിക്കിടക്കുന്നുണ്ടെങ്കിലും എനിക്കിത് മാറ്റാൻ, ഞങ്ങൾക്കിത് മാറ്റാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. സകലത്തെ ഉണ്ടാക്കിയ ഞങ്ങൾക്ക്, പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ്, ഞങ്ങൾക്ക് അസാധ്യമായിട്ടൊന്നുമില്ല എന്ന് തെളിയിച്ചുകൊണ്ടാണ് വേദപുസ്തകം ആരംഭിക്കുന്നത്. പാഴും ശൂന്യമായി പോയ ഭൂമിയെ വീണ്ടും ദൈവം പരിവർത്തിക്കുന്നത് അവിടെ കാണാം. ദൈവത്തിൻ്റെ ആത്മാവ് വെള്ളത്തിൻ്റെ മീതെ പരിവർത്തിച്ചു. ദൈവം ഉടനെ പറഞ്ഞു, വെളിച്ചം ഉണ്ടാകട്ടെ. അതാണ് യേശു. വാക്ക് ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. അപ്പൊ ദൈവത്തിന്റെ വാക്കാണ് യേശു. ദൈവത്തിന്റെ ആത്മാവ് പരിവർത്തിക്കുന്നു. ദൈവത്തിന്റെ വചനമാകുന്ന യേശു അവിടെ ശബ്ദിക്കുന്നു. ഉടനെ അവിടെ വെളിച്ചമുണ്ടാകുന്നു. വെളിച്ചം നല്ലതെന്ന് ദൈവം കണ്ടു. സന്ധ്യയായി, ഉഷസായി 1-ാം ദിവസം. അടുത്ത ദിവസം വീണ്ടും പരിശുദ്ധാത്മാവ് പരിവർത്തിക്കുന്നു. വീണ്ടും വാക്കുകൾ വരുന്നു. വീണ്ടും നല്ലതെന്ന് കാണുന്നു. അടുത്ത ദിവസം ചിലത് മുളച്ചു വരുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് അവിടെ പരിവർത്തിക്കുന്നു. നല്ല പഴങ്ങൾ അവിടെ ഉണ്ടായി വരുന്നു. അടുത്ത ദിവസം സൂര്യനും ചന്ദ്രനെയും അവിടെയാക്കുന്നു. അടുത്ത ദിവസം മൃഗജാതി, ഇഴജാതി, പറവജാതി എല്ലാം ഉണ്ടായി വരുന്നു. നല്ലതെന്ന് കാണുന്നു. പാഴും ശൂന്യമായ ഭൂമിയെ ഒരിഞ്ച് പോലും പാഴാക്കാതെ മുഴുവനും മനോഹരമാക്കിയിട്ട് മനുഷ്യനെ ഉണ്ടാക്കിയിട്ട് ഇതെല്ലാം ആസ്വദിക്കാൻ പറഞ്ഞവനാണ് നമ്മുടെ ദൈവം. ആ ദൈവം ഏലോഹീം ദൈവം ആ അബ്രാമിൻ്റെ അടുത്ത് വന്നിട്ട് പറയുകയാണ്, ഞാൻ അതേ ദൈവമാണ്. അന്ന് പ്രവർത്തിച്ചില്ലേ? ഉൽപ്പത്തിയിൽ പ്രവർത്തിച്ചില്ലേ? ഇല്ലായ്മയിൽ പ്രവർത്തിച്ചില്ലേ? ശൂന്യതയിൽ പ്രവർത്തിച്ചില്ലേ? സങ്കടങ്ങളിൽ പ്രവർത്തിച്ചില്ലേ? ആമേ, ആ ദൈവം തന്നെയാണ് ഞാൻ. ഇന്ന് ഇത് കേൾക്കുന്ന ഓരോ വ്യക്തികളും ഈ സത്യം തിരിച്ചറിയണം. അന്നുള്ളവൻ തന്നെയാണ് ഇന്നുമുള്ളവൻ. അവൻ നാളെയും ഉണ്ടാകും, ഇന്നലെയും ഇന്നും എന്നേക്കും. കാലങ്ങൾ കഴിഞ്ഞു. മോശയുടെ കാലം വന്നപ്പോൾ ശൂന്യതയുണ്ട്. അബ്രാമിനെ അനുഗ്രഹിച്ചു, വർദ്ധിച്ച് പെരുകുമാറാക്കി. ഇസഹാക്കിനെ കൊടുത്തു, യാക്കോബിനെ കൊടുത്തു. ഇവരെല്ലാം ഒരു രാജ്യമാക്കി മാറ്റി. കാലങ്ങൾ കഴിഞ്ഞപ്പോൾ നിരാശനായ 80 വയസ്സുള്ള മോശ ഇതുപോലെ തളർന്നു നിൽക്കുകയാണ്. അപ്പം ജീവിതത്തിൽ എല്ലാവർക്കും ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരു മേഖലയിൽ നിരാശയും തളർച്ചയും ഉണ്ടാകും. അതില്ലാത്തവർ ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഞാൻ മാത്രമേ ഉള്ളൂ? ജീവിതത്തിൽ മടുപ്പും നിരാശയൊക്കെ ഉള്ളവരെത്ര പേരുണ്ട്? അതുമില്ലേ? ഇത്രയും നിരാശയുള്ളവരെ ഞാൻ ആദ്യമായിട്ടാകാം. കയ്യേ പൊങ്ങുന്നില്ല. എന്നാൽ ഒരു സത്യം അറിയണം, നമ്മുടെ ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആരാണ്? ദൈവം നമുക്ക് അനുകൂലമാണ്. മോശ മടുത്തു. 90 സങ്കീർത്തനം എഴുതിയ മനുഷ്യന്റെ ആയുസ് 70, ഏറെ ആയാൽ 80. അതിൻ്റെ പ്രതാപം കഷ്ടതയും പ്രയാസവും. മരിപ്പ് വീട്ടിൽ വായിക്കുന്ന സങ്കീർത്തനമാണ്. നാം വേഗം ഇതെല്ലാം കഴിഞ്ഞാൽ കടന്നു പോകും. മരിപ്പ് വീട്ടിലെ വാക്യ സങ്കീർത്തനം. ഇങ്ങനെ മരിപ്പ് വീട്ടിലെ സങ്കീർത്തനം വായിക്കാൻ കാരണം ഇതോടെ തീർന്നു, ക്ലോസ്. 70 ഏറിയാൽ 80. അപ്പോഴാണ് ദൈവം മുൾപ്പടർപ്പിൽ മോശയുടെ അടുക്കൽ ഇറങ്ങി വന്നിട്ട് ദൈവം പറയണ, ആമേൻ, മോശേ, ഞാൻ അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? ഞാൻ ഏകനായി അവരെ വിളിച്ച് അനുഗ്രഹിച്ച് വർദ്ധിപ്പിച്ച് മാനിച്ച ദൈവമാണ്. ഇതാണ് ദൈവത്തിന് മോശയോട് പറയാനുള്ള. മോശേ, നിന്റെ ജീവിതം 80ാമത്തെ വയസ്സ് മുതൽ തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. ഇതുവരെ നീ പല യൂണിവേഴ്സിറ്റികളിൽ ഇങ്ങനെ പഠിക്കുകയായിരുന്നു. ആട് യൂണിവേഴ്സിറ്റി, ആടിനെ തീറ്റി 40 കൊല്ലം, ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. അതിനു മുമ്പ് മിസ്രൈമിലെ മുഴുവൻ യൂണിവേഴ്സിറ്റി പഠിച്ചതാണ്. പഠിത്തത്തോട് പഠിത്തം തീർന്നടാ.
ഇനി ജീവിതം തുടങ്ങാൻ പോവുകയാണ്. ഇതുവരെ നിനക്ക് വലിയ എക്സ്പീരിയൻസ് ഉണ്ട്. ഇനി അടുത്തത് ഞാൻ എൻ്റെ കൃപ നിനക്ക് തരാൻ പോവുകയാണ്. നിന്റെ വടി ഒരു അത്ഭുതമാകും, നിന്റെ കൈ ഒരു അത്ഭുതമാകും, നിന്റെ വാക്കുകൾ ഒരു അത്ഭുതമാകും, നിന്റെ കാൽ ചുവടുകൾ ഒരു അത്ഭുതമാകും, നീ തൊടുന്നതെല്ലാം ഒരു അത്ഭുതമാകും. ഇതുവരെയും നീ കാണാത്തത് ഇന്ന് മുതൽ നീ കാണാൻ പോവുകയാണ്. ആരൊക്കെയോ ഇതിന്ന് പിടിക്കുന്ന പകലാണ്. തീർന്നു എന്ന് പറയുമ്പോൾ തുടങ്ങുന്ന ഒരു കർത്താവിനെ വിശ്വസിക്കുന്നവർ കൈയടിച്ചാരംഭിച്ചേ, ആരാധിച്ചാരംഭിച്ചേ, നീ ഒന്ന് തുടങ്ങ്. ഇന്ന് ഈ കർത്തൃമേശ കഴിഞ്ഞ് ഇവിടെ നിന്ന് ഒരുമിച്ച് ഭക്ഷണം കഴിച്ച് നിങ്ങൾ പോകുന്നത് എന്തൊക്കെയോ തുടങ്ങാൻ വേണ്ടിയാണ്. ദൈവം നിങ്ങളോട് കൂടെയിരിക്കും. നിങ്ങൾ പോകുന്നിടത്ത് ജയം കാണും. നിങ്ങൾ തൊടുന്നതിൻ്റെ മേലെല്ലാം ദൈവകൃപ ഒഴുകും. എത്ര പേരതിന് ആമേൻ പറയും? അതങ്ങനെ തന്നെയാണ്. ഞാൻ അബ്രഹാമിന്റെ ദൈവമാണ്, ഇസഹാക്കിന്റെ ദൈവമാണ്, യാക്കോബിന്റെ ദൈവമാണ്. ദൈവവുമായി നിന്റെ പിതാവിന്റെ ദൈവമാകുന്നു. മോശേ, നിന്റെ പിതാക്കന്മാർക്ക് ഒന്നുമില്ലായിരുന്നു. അവരുടെ ജീവിതം മുഴുവനും പാഴ്ശൂന്യവുമായിരുന്നു. എന്നാൽ ഞാൻ അവരെ തക്ക സമയത്ത് വിടുവിച്ചു, തക്ക സമയത്ത് കരുതി. അവരുടെ സമയത്തല്ല, എൻ്റെ സമയത്ത് ഞാൻ അവരെ വിടുവിച്ചു. നാം വെച്ചിരിക്കുന്ന നമ്മുടെ ഒരു സമയമുണ്ട്, അതല്ല ദൈവത്തിൻ്റെ സമയം. എന്നാൽ ദൈവത്തിൻ്റെ സമയം എന്നൊരു സമയമുണ്ട്. അടുത്തിരിക്കുന്നവരൊരു ദൂതായിട്ട് നിങ്ങളൊന്ന് പ്രവചിച്ചേ, കൈകൊടുത്ത്, ദൈവത്തിൻ്റെ സമയം എന്നൊരു സമയമുണ്ട്. ഇത് എപ്പോഴും പറയണം, ദൈവത്തിനൊരു സമയമുണ്ട്. നമ്മെ ഉയർത്താൻ, നമ്മെ മാനിക്കാൻ, ഉയരങ്ങളിൽ നടത്താൻ, ആമേ നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു തരാൻ, എല്ലാം ദൈവത്തിന് ഒരു സമയമുണ്ട്. ഞാനത് വിശ്വസിക്കുന്നു. ഇന്ന് സംസാരിക്കുന്ന ദൈവം നമ്മുടെ ദൈവമാണ്. നമുക്ക് വേണ്ടി ദൈവം ഒരു സമയം വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാ മുമ്പ് നമ്മൾ കേട്ടത്, ദർശനത്തിന് ഒരു അവധി വെച്ചിട്ടുണ്ട്. അത് വരും. എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ. അപ്പൊ നിന്റെ ദർശനം എഴുതുക. നീ എന്താണ് പ്രാർത്ഥിക്കുന്നത് എഴുതുക. അത് ഓടിച്ച് വായിക്കത്തക്ക രീതിയിൽ പലകയിൽ തെളിവായി എഴുതുക എന്നാണ് ഹബക്കൂക്ക് 2:2 മുതൽ വായിക്കുമ്പോൾ കാണുന്നത്. എന്നാൽ അവിടെ എഴുതിയിരിക്കുന്നത്, നിന്റെ ദർശനം നീ വലുതായിട്ട് എഴുതണം. പലകയിൽ ഇങ്ങനെ കത്തി കൊണ്ട് വരച്ചു വെക്കണം. വെറുതെ ഒരു നോട്ട്ബുക്കിൽ എഴുതി വെച്ചാൽ പോരാ. നീ വലുതായി, അത് നിന്റെ വീട്ടിലുള്ളവർ കാണണം, നിന്റെ ബന്ധുക്കളൊന്ന് കാണണം. അതാര് വായിച്ചാലും അവർക്കും ഓടാൻ തോന്നണം. അതുപോലെ നീ എഴുതണം. ചെറിയ കാര്യം എഴുതരുത്, നീ വലിയ കാര്യങ്ങൾ എഴുതണം. നീ കൊച്ചു കാര്യങ്ങൾ എഴുതി വെക്കരുത്, നീ വലിയ കാര്യങ്ങൾ എഴുതി വെക്കണം. നിന്റെ സ്വപ്നങ്ങൾ ചെറുതായി പോകരുത്. ആമേ, സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും എന്നെ നമസ്കരിക്കുന്നു. വലിയ സ്വപ്നങ്ങൾ എഴുത്, വലിയ കാര്യങ്ങൾ എഴുത്. എനിക്ക് വലുത് സഫലവുമായ വാതിൽ തുറക്കാൻ പോകുന്നു. വലിയ കാര്യങ്ങൾ എഴുത്. നീ വലിയ കാര്യങ്ങൾ എഴുതിയാൽ വലിയ കാര്യങ്ങൾ സംഭവിക്കും. ഇവിടെ വന്ന പ്രോഫറ്റ് ടിജോ തോമസ് കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഇങ്ങനെ പ്രാർത്ഥിച്ചു, കർത്താവേ, ഞാൻ കല്യാണം കഴിക്കുമ്പോൾ എനിക്ക് 5 പിള്ളേര് വേണം. ഇന്ന് തൻ്റെ വീട്ടിൽ ചെന്ന് നോക്ക്. ഇവിടെ മീറ്റിങ്ങിന് വന്നപ്പോഴേ 5 പേരുമായിട്ടാണ്, 4 പേരുമായിട്ടാണ് വന്നത്. ഇപ്പോൾ ഒരാളും കൂടിയുണ്ട്. 5 കുഞ്ഞുങ്ങൾ കല്യാണം കഴിക്കുന്നതിന് മുമ്പേ ഇരുന്ന് എഴുതി വെച്ചു. ഇത് കല്യാണം കഴിച്ചിട്ടും എഴുതി വെക്കുന്നില്ല. എന്തൊരു കഷ്ടമാണ്. സൺഡേ ക്ലാസ്സിന് ആള് കൂടട്ടെ, എഴുതി വെക്ക. പഴയ കാലത്തേക്ക് നമുക്ക് മടങ്ങി വരാം. 10ഉം 12ഉം ഒക്കെ നമ്മുടെ അമ്മച്ചിമാര് പ്രസവിച്ച കാലമുണ്ട്. സഭ വളരട്ടെ, അങ്ങനെയും വളരട്ടെ. ഹല്ലേലൂയ. അപ്പോൾ എഴുതുക, നിന്റെ സ്വപ്നങ്ങൾ എഴുതുക, വെറുതെ എഴുതുക. ദൈവം എനിക്ക് വേണ്ടി ഈ ഫെബ്രുവരി മാസം ഇന്ന പോലൊരു കാര്യം ചെയ്യുമെന്ന് നീ എഴുതുക. എന്നിട്ട് സ്തോത്രം ചെയ്യുക. ആരൊക്കെ ഇന്നിത് പിടിക്കുന്ന പകലാണ്. മോശേ, ഞാൻ അബ്രഹാമിന്റെ ദൈവമാണ്, ഞാൻ ഇസഹാക്കിന്റെ ദൈവമാണ്, ഞാൻ യാക്കോബിന്റെ ദൈവമാണ്. ആ ദൈവമാണ് ഞാൻ, നിന്റെ പിതാക്കന്മാരുടെ ദൈവം. അതായത് ഒന്നുമില്ലാത്തവരെ ഉള്ളവരാക്കിയ ദൈവം.
ഒന്നും ലഭിക്കില്ലെന്ന് വിചാരിച്ചവരെ ഏറ്റവും വലിയ സാക്ഷികളാക്കിയ ദൈവം, തകർന്നു പോയവരെ പണിതെടുത്ത ദൈവം, ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുന്ന ദൈവം. ഞാനാണ്, ഞാനാകുന്നവൻ ഞാനാകുന്നു. മോശെ ചോദിച്ചു, അങ്ങയുടെ പേരെന്താണ്? ഞാനാകുന്നവൻ ഞാനാകുന്നു. ഞാനാണ്. വേറെ ആർക്കും ഞാൻ എന്ന വാക്ക് പറയാൻ അവകാശമില്ല. അതുകൊണ്ട് യാക്കോബിന്റെ ലേഖനത്തിൽ പറയുന്നു, ഞാൻ ഇന്നത് ചെയ്യും, ഞാൻ ആ ബിസിനസ് ചെയ്യും എന്ന് പറയാതെ കർത്താവ് അനുവദിച്ചാൽ ഞങ്ങൾ പോയി അത് ചെയ്യും എന്നേ പറയാവൂ എന്ന് യാക്കോബിന്റെ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നു. ഞാൻ എന്ന വാക്കെടുക്കാൻ പ്രാപ്തിയുള്ള ഒരേ ഒരു വ്യക്തി ദൈവം മാത്രമാണ്. മാറ്റമില്ലാത്തവന്. അവൻ ഇന്നലെയും ഇന്നും നാളെയും അവന് മാറ്റമില്ല. ഇന്നലെ പറഞ്ഞത് ഇന്നും പറയും, അത് തന്നെ നാളെയും പറയും. നിങ്ങൾ എന്നോട് വന്നിട്ട് പറയണേ, പാസ്റ്റർ കഴിഞ്ഞ വർഷം പറഞ്ഞതല്ലേ? അപ്പൊ ഞാൻ പറയും, അത് പലതും പറയും, ഞാൻ മാറിക്കളയും, കാരണം ഞാൻ മനുഷ്യനാണ്. എന്നാൽ ദൈവത്തിന് മാറാൻ കഴിയില്ല. കാരണം എന്താണ്? അവൻ ആരംഭവും അവസാനവുമാണ്. അവൻ ഒരു പ്രവൃത്തി തുടങ്ങിയാൽ ആ തുടക്കം ചെറുതാണെങ്കിലും അതിൻ്റെ അന്ത്യം അതിമഹത്തായിരിക്കും. നിങ്ങളിൽ ദൈവം വലിയ കാര്യങ്ങളിൽ നിങ്ങളെ എത്തിക്കും. യേശുവിന്റെ നാമത്തിൽ കൈ അടിച്ച് ഈ ദൂതിനെ പിടിച്ചോ. അതുപോലെ നിങ്ങളുടെ തുടക്കം വണ്ടിക്കൂലിയില്ലാതെ, പഞ്ചറായ സൈക്കിൾ, ഒരു വള്ളിച്ചെരുപ്പ് പോലും ഇടാനില്ലാതെ അങ്ങനെ തുടങ്ങിക്കോ. എന്നാൽ അന്ത്യം അതിമഹത്തായിരിക്കും. ആയിരങ്ങൾക്ക് നന്മ ചെയ്യുന്നവരാകും, വായ്പ കൊടുക്കുന്നവരാകും, അനുഗ്രഹങ്ങൾ കൊടുക്കുന്നവരാകും. അതുപോലൊരു അന്ത്യത്തിലേക്ക് എല്ലാവരും, ഈ ദൂതിനെ പിടിക്കുന്നവർക്കെല്ലാം ഈ അനുഗ്രഹങ്ങൾ ദൈവം കരുതി വെച്ചിട്ടുണ്ട്. ഇത് എൻ്റെ ആലോചനകളല്ല, ഇത് വേദ പുസ്തകത്തിലെ ആലോചനയാണ്. യോബ് 8:7 നമുക്ക് കാണാതെ അറിയാം. നിന്റെ പൂർവസ്ഥിതി അല്പമായി തോന്നും, തുടക്കം നിന്റെ അന്ത്യസ്ഥിതി അതിമഹത്തായിരിക്കും. എല്ലാവരും കൈകൾ ഉയർത്തി പറ, എൻ്റെ അന്ത്യസ്ഥിതി അതിമഹത്തായിരിക്കും. അതായത് അന്ത്യം, ഈ മാസത്തിന്റെ അന്ത്യം അതിമഹത്തായിരിക്കും. അടുത്ത മാസത്തിന്റെ തുടക്കം കുറച്ചായിട്ട് തോന്നും, അതിന്റെ അവസാനം അത്ഭുതമായിരിക്കും. ഈ വർഷത്തിന്റെ തുടക്കം കുറച്ചായിട്ട് തോന്നും, എന്നാൽ ഈ വർഷം ഡിസംബർ 31 നിങ്ങളിവിടെ നിൽക്കുമ്പോൾ അത്ഭുതങ്ങൾ പറയാൻ, കൂട്ടമായി സാക്ഷ്യം പറയുവാൻ ദൈവം വക തരാൻ പോവുകയാണ്. കൈകളടിച്ച് ദൈവം അബ്രഹാമിന്റെ അടുക്കൽ ഇറങ്ങി വന്നിട്ട് പറയുകയാണ്. ആമേൻ. ഉൽപ്പത്തി 17 1-2 വാക്യങ്ങളിൽ, ഞാൻ എൽ ഷദായ്, എൽ എന്ന് പറഞ്ഞാൽ ഏലോഹീം, ഞങ്ങൾ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കും. ബാബേൽ കോട്ട അന്നുള്ള ജനങ്ങൾ ഒരുമിച്ച് പണിതു, അവർ ഒറ്റക്കെട്ടായിരുന്നു. ഉൽപ്പത്തി 11 അവരുടെ വാക്കൊന്ന്, ഭാഷയൊന്ന്, യൂണിറ്റി, ഭയങ്കര ഫെലോഷിപ്പ്. അവർ പറഞ്ഞു, നമുക്ക് ഭൂമിയിൽ എങ്ങ് ചിതറരുത്, ഒരുമിച്ച് പണിയാം. 11:4 വാക്യം, വരുവിൻ, നാം ഭൂതലത്തിലൊക്കെ ചിതറിപ്പോകാതിരിപ്പാൻ ഒരു പട്ടണവും ആകാശത്തോളം എത്തുന്ന ഒരു ഗോപുരവും പണിയുക, നമുക്ക് ഒരു പേരുണ്ടാക്കുക, നമ്മൾ ഒരുമിച്ച്. അങ്ങനെ അവർ പണിയാൻ തുടങ്ങി. 6 വാക്യത്തിലോട്ട് വരുമ്പോൾ, മനുഷ്യൻ പണിയുന്ന പണി എല്ലാം സാധിക്കുന്നു. അതാണ് 5 വാക്യത്തിൽ, മനുഷ്യർ പണിത പട്ടണവും ഗോപുരവും കാണേണ്ടതിന് യഹോവ ഇറങ്ങി വന്നു. 6 വാക്യത്തിൽ, അപ്പോൾ യഹോവ, ഇതാ ജനമൊന്ന്, എല്ലാവർക്കും ഭാഷയും ഒന്ന്, ഇതും അവർ ചെയ്തു തുടങ്ങുന്നു. അടുത്ത വാക്യം അടിവരയിടേണ്ട ഒന്നാണ്. അവർ ചെയ്യാൻ നിരൂപിക്കുന്നതൊന്നും അവർക്ക് അസാധ്യമാകില്ല. ദൈവം തൻ്റെ സാദൃശ്യത്തിൽ സൃഷ്ടിച്ചവരാണ് നാം. നമ്മൾ എന്ത് ചെയ്യാൻ പദ്ധതിയിട്ടാലും നമുക്കത് അസാധ്യമല്ലെന്ന് ദൈവം പറയുകയാണ്. ദൈവത്തോട്, ദൈവമേ ഞാൻ എന്ത് ചെയ്താലും സാധിപ്പിക്കണമെന്നല്ല, ദൈവം പറയുകയാണ്, ഇതാ ജനമൊന്ന്, അവർക്കെല്ലാവർക്കും ഒരേ ഭാഷയാണ്, ഇതും അവർ ചെയ്തു തുടങ്ങുന്നു. അവർ ചെയ്യാൻ നിരൂപിക്കുന്നതൊന്നും അവർക്ക് അസാധ്യമല്ല. നമ്മൾ എന്ത് പദ്ധതിയിട്ടാലും അത് നടക്കും. അടുത്തത് 7 വാക്യം, ദൈവം എന്ത് ചെയ്തു? ദൈവത്തിന് വിരോധമായിട്ടാണ് ഭൂതലത്തിൽ മുഴുവനും
വർദ്ധിച്ച് പെരുകി നിറഞ്ഞ് കവിയാനാണ് ദൈവം ഇവരെ സൃഷ്ടിച്ചത്. ഇവരെന്ത് ചെയ്തു? എങ്ങും പോകരുത്, നമുക്ക് ഒറ്റക്കെട്ടായിട്ട് ദൈവമില്ലാതെ ജീവിക്കാം, സ്വർഗത്തോളം എത്തുന്ന ഒരു കോട്ട പണിയാം. അപ്പോൾ ദൈവം, വരുവിൻ, നാം ആരാണ്? നാം വരുവിൻ, നാം ഇറങ്ങിച്ചെന്ന് അവർ തമ്മിൽ ഭാഷ തിരിച്ചറിയാതിരിപ്പാൻ അവരുടെ ഭാഷ കലക്കിക്കളയുക. ആരാണ് നാം? പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, അല്ലെങ്കിൽ ഏലോഹീം. നാം. അപ്പൊ ബൈബിളിൽ പലയിടത്തും നാം എന്ന വാക്കുണ്ട്, ഏലോഹീം. അങ്ങനെ അവർ ചിതറിപ്പോയി. ഈ കോട്ട പണിയിൽ നിർത്തിക്കളഞ്ഞു, ബാബേൽ കോട്ട പണിയിൽ നിർത്തിക്കളഞ്ഞു. ആ ദൈവം അബ്രാമിന്റെ അടുത്ത് ഇറങ്ങി വന്നിട്ട് പറയണത്, ഏലോഹീം, എൽ ഷദ്ദായി. അബ്രാമേ, ഞാൻ എൽ ഷദ്ദായി ആണ്. അതായത് അതേ ഞാനാണ്. എനിക്ക് അനുകൂലമായി നിൽക്കുന്നവരെ ഉയർത്തുകയും എനിക്ക് വിരോധമായി ഉള്ളതിനെ ചിതറിക്കുകയും ചെയ്യുന്നവനാണ് ഞാൻ. അതാണ് ഏലോഹീം. എല്ലാവരും ഒന്ന് പറഞ്ഞു, ഏലോഹീം. അപ്പൊ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒരുമിച്ച് സമ്മേളിച്ച ഒരു കാര്യമുണ്ട്. എന്താണ്? യേശു ആകുന്ന വചനം സ്നാനമേറ്റു പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം തുറന്നു, പരിശുദ്ധാത്മാവ് പ്രാവെന്ന പോലെ ഇറങ്ങി വന്നു. സ്വർഗത്തിൽ നിന്നൊരു സ്വരം, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. അപ്പോൾ ഏലോഹീം അവിടെയും നമുക്ക് കാണാം. എന്താണ്? യേശു ജഡമായി തീർന്നു, വെള്ളത്തിൽ നിൽക്കുകയാണ് കൽപ്പന അനുസരിക്കാൻ. അവിടെ നിന്നൊരു പ്രാർത്ഥന, ഉടനെ പരിശുദ്ധാത്മാവ് ദേഹരൂപത്തിൽ ഇറങ്ങി വന്നു. സ്വർഗത്തിൽ നിന്ന് ഒരു സ്വരം മുഴങ്ങുന്നു, ഇവൻ എൻ്റെ പ്രിയപുത്രൻ. അപ്പോൾ ബൈബിളിൽ എവിടെയെല്ലാം ഏലോഹീം ചലിച്ചിട്ടുണ്ടോ അവിടെയെല്ലാം ഒരു കുലുക്കമുണ്ടായിട്ടുണ്ട്. തെറ്റായും ചലിച്ചിട്ടുണ്ട്. മനുഷ്യന്റെ എതിർപ്രവർത്തികൾക്ക് വേണ്ടിയും ഏലോഹീം വന്നിട്ടുണ്ട്. മനുഷ്യൻ ദൈവത്തെ വിശ്വസിച്ച് പ്രാർത്ഥിക്കുമ്പോഴും ഏലോഹീം വന്നിട്ടുണ്ട്. ഇതാ ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായത്തിൽ 1-2 വാക്യങ്ങളിൽ, അബ്രാമേ, ഞാൻ ഏലോഹീമാണ്, ഞാൻ ഏലോഹീമാണ്. അതിൻ്റെ അർത്ഥം, നിനക്ക് വേണ്ടതെല്ലാം ഞാൻ ഉണ്ടാക്കിയിരിക്കും, നിന്റെ വാഗ്ദത്തങ്ങളെല്ലാം ഞാൻ നിറവേറ്റിയിരിക്കും, എന്നാൽ കഴിയാത്ത ഒരു കാര്യവുമില്ല, ഞാൻ ഏലോഹീമാണ്. അപ്പോൾ എൽ ഷദ്ദായിയുടെ എൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഏലോഹീം. എല്ലാവരും ഒന്ന് പറഞ്ഞ ഏലോഹീം. അപ്പോൾ നമ്മുടെ നിർണായക ഘട്ടത്തിൽ ആരും സഹായിക്കാൻ കഴിയാത്ത അവസ്ഥ, വൈദ്യശാസ്ത്രത്തിന് അബ്രാമിന് വേണ്ടി ചെയ്യാൻ ഒന്നുമില്ല. സാറയുടെ ഗർഭപാത്രം നിർജീവമായെന്ന്, ജീവനില്ലെന്ന്, ചത്തതാണെന്ന്. അപ്പോഴാണ് ദൈവം വന്നിട്ട് പറയുന്നത്, ഞാൻ ഏലോഹീമാണ്, ഞാൻ ഏലോഹീമാണ്. അബ്രാമേ, നിന്റെ പൂർവ്വപിതാവായ ആദാം ഇല്ലാത്ത കാലത്ത് വെറുതെ ഒരു മണ്ണിൽ നിന്ന് രൂപമുണ്ടാക്കിയിട്ട് ഞാനൊന്ന് ഊതിയപ്പോൾ എഴുന്നേറ്റ് വന്നതാണ് നിന്റെ വല്യപ്പച്ചൻ. എനിക്കൊന്നും അസാധ്യമല്ല. ഇന്ന് ആമേൻ ജീവിതം ഒരു മണ്ണായി പോയെന്ന് വിചാരിച്ചാൽ ഭാരപ്പെടണ്ട. ആ മണ്ണിനകത്ത് നിന്ന് പോലും ദൈവത്തിന് ചില ജീവനുള്ളതിനെ എഴുന്നേൽപ്പിക്കാൻ കഴിവുള്ളവനാണ് നമ്മുടെ ദൈവം. ഷഖര ബഖര. അല്പസമയം കൈകൾ അടിച്ചുകൊണ്ട് ഈ പരിശുദ്ധാത്മാവിൻ്റെ ഈ വചനത്തെ അങ്ങോട്ട് സ്വീകരിക്ക്. നിന്റെ വീട്ടിൽ ശൂന്യതകൾ മാറുന്ന ഒരു പകലായി ഈ പകലിനെ കാണാം. എത്ര തകർന്ന കുടുംബങ്ങളാണെങ്കിലും കർത്താവ് പണിതെടുക്കുക. എത്ര ശൂന്യതകളും അവൻ മാറ്റുന്ന ദൈവമാണ്. ആമേൻ. യോബി പറയുന്നു, അവൻ ഉത്തര ദിക്കിനെ ശൂന്യത്തിന്മേൽ വിരിയിക്കുന്നു, ഭൂമിയെ നാസ്തിത്വത്തിന്മേൽ തൂക്കുന്നു. അതായത് ഒന്നുമില്ലാതെ. നമ്മുടെ കയ്യിൽ ഒരു ഫുട്ബോൾ ഉണ്ടെങ്കിൽ ആ ഫുട്ബോളിനെ താങ്ങാൻ ഒരു കൈ വേണം, അല്ലെങ്കിൽ ഒരു നെറ്റ് വേണം. എന്നാൽ ഭൂമിയെ നോക്കിയാൽ ഭൂമിയെ ഒന്നിലും തൂക്കിയിട്ടിട്ടില്ല. വെറുതെ അന്തരീക്ഷത്തിൽ കിടക്കുന്ന ഒന്നിലാണ് നമ്മൾ വലിയ വലിയ സ്വപ്നങ്ങൾ കാണുന്നത്. ഇതിനകത്താണ് 10 സെന്റ് ഭൂമി വേണം, അതിനകത്ത് സ്ഥാനം നോക്കുന്നു, നല്ല കല്ല് വെച്ച് പണിയുന്നു, ആമേ കോൺക്രീറ്റ് ഇടുന്നു. ഭൂമിക്കേ അടിസ്ഥാനമില്ല. ദൈവം പറയണം, എൻ്റെ കുഞ്ഞെ, ഞാൻ അവനോട് ഒന്നുമില്ലായ്മയെ നിൽക്കാൻ പറഞ്ഞു.
അവൻ ഇന്ന് വരെ ഒരു കുഴപ്പമില്ലാതെ നിൽക്കുകയാണ്. സൂര്യന് ചുറ്റും കറങ്ങുന്നുണ്ട്, സ്വന്തം അച്ചുതണ്ടിൽ കറങ്ങുന്നുണ്ട്, ഇങ്ങനെ കറങ്ങുന്നു, അങ്ങനെ കറങ്ങുന്നു. ആര്? ഭൂമിയുടെ കാര്യമാണ് ഈ പറഞ്ഞത്. അതുകൊണ്ട് എല്ലാവരും ഒന്ന് പിടിച്ചിരുന്നോ, ഈ ഭൂമിക്ക് ഒരു പിടുത്തവുമില്ല. നമ്മളെങ്കിലും തമ്മിലൊന്ന് പിടിച്ചിരുന്ന നല്ലതായിരുന്നു. ഇതാണ് ദൈവം. എടാ, ശൂന്യതയിൽ ഞാൻ ഭൂമിയെ നിർത്തിയെങ്കിൽ നിന്റെ ശൂന്യതയിൽ നിന്നെയും നിർത്താൻ ഞാൻ ശക്തനായ ദൈവമാണ്. എബ്രായ ലേഖനം 1 അപ്പൊ ഇയ്യോബ് 26:7 വാക്യം ഞാൻ പറഞ്ഞത്. എബ്രായർ 1:3 നിങ്ങൾ നോക്കിയേ. സകലത്തെയും തന്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കാൻ കഴിയുന്നവൻ, അവന്റെ തേജസ്സിന്റെ പ്രഭയും തത്വത്തിന്റെ മുദ്രയും സകലത്തെയും തന്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനുമാണ്. അതുകൊണ്ട് അവൻ പാപങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കിയ ശേഷം, നമ്മുടെ പാപത്തിനും ശാപത്തിനും രോഗത്തിനും പരിഹാരം ഉണ്ടാക്കിയ ശേഷം മഹിമയുടെ വലത്ത് ഭാഗത്തിരിക്കുന്നു. യേശുവിനെ കുറിച്ച് പറയുകയാണ്, എല്ലാം നിവർത്തിയായി എന്ന് ക്രൂശിൽ വിളിച്ചു പറഞ്ഞത് വെറുതെ അല്ല, സകലത് നിവർത്തിയായി. നമ്മുടെ പ്രശ്നത്തിന് അവൻ പരിഹാരം വരുത്തി. അവൻ സകലത്തെയും തൻ്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുകയാണ്. സൂര്യ, നീ പകല് പ്രകാശിക്കണം. ചന്ദ്ര, നീ രാത്രി പ്രകാശിക്കണം. ഇന്ന് വരെയും അവരുടെ ജോലി മുടങ്ങിയിട്ടില്ല. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് അവരെ ശൂന്യതയിൽ നിർത്തിയ ദൈവം ഇപ്പോഴും അവരെ അങ്ങനെ തന്നെയാണ് നിർത്തിയിരിക്കുന്നത്. അവർക്ക് ഉറപ്പാണ്, ദൈവമാണ് നിർത്തിയതെങ്കിൽ ഞങ്ങൾ ഇവിടെ നിൽക്കും. ഇതുപോലെ നിങ്ങൾക്ക് പറയാൻ ഒന്നുമില്ലായിരിക്കും, ശൂന്യതയിലായിരിക്കും, എങ്കിലും ദൈവം നിങ്ങളെയും എന്നെയും നിർത്തും. ഒന്നും കാണാനില്ല, എങ്കിലും ദൈവം നിർത്തും. പറയാൻ ഒന്നുമില്ല, കർത്താവേ എടുക്കാൻ ഒരു 10 രൂപയില്ല, എങ്കിലും ദൈവം നമ്മെ നിർത്തും. കൈകളെ തട്ടിക്കൊണ്ട് ഒന്നും പറയാനില്ല. ഇനി അടുത്ത ദിവസം എങ്ങനെ ജീവിക്കും? ദൈവം നിന്നെ നിർത്തും. ദൈവം നിന്നെ നിർത്തും, അത്ഭുതകരമായി നിർത്തും, ശൂന്യതയിൽ നിർത്തും. ശക്തിയുള്ള വചനത്താൽ അവൻ നിന്നെ നിർത്തും. കൈകളടിച്ചവനെ ആരാധിച്ച് അവൻ നമ്മെ നിർത്തും. സ്തോത്രം! എന്തൊരു ധൈര്യം ഇത് പറയുമ്പോൾ. ഹല്ലേലൂയ! ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നെങ്കിലോ. നിങ്ങൾ പോയാലും സാരല്ല, ഞാനിവിടെ നിന്ന് പറയുമ്പോൾ ഒരു ധൈര്യമാണ്. ഇങ്ങോട്ട് താഴോട്ട് ഇറങ്ങുമ്പോൾ ഒരു പേടിയാണ്. ജീവിതത്തെ ഫേസ് ചെയ്യേണ്ടി വരുമ്പോൾ ഇത് പറയുമ്പോൾ ഒരു ധൈര്യമാണ്. ജീവിതത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ബുദ്ധി കൊണ്ട് ചിന്തിക്കും. എന്നാൽ എപ്പോഴും വിശ്വാസത്താൽ പറഞ്ഞുകൊണ്ടിരിക്കുക, അത് വരും 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 വരും. ഞാൻ ശക്തിയുള്ള, ഞാൻ ഏലോഹിയുമാണ്. ഇനി നമുക്ക് 17 ഉൽപ്പത്തി 17:1-2 വായിക്കാം. ഞാൻ സർവശക്തിയുള്ള ദൈവമാണ്, ഞാൻ എൽ ഷദ്ദായി ആകുന്ന ദൈവമാണ്. ഷദ്ദായി, എൽ എന്ന് പറഞ്ഞാൽ ഏലോഹീം, ഷദ്ദായി. എല്ലാവരും ഒന്ന് പറഞ്ഞേ, ഷദ്ദായി. ഷദ്ദായി എന്ന വാക്കിൻ്റെ അർത്ഥങ്ങൾ ഇങ്ങനെ കുറേ കിടക്കുകയാണ്. അതിങ്ങനെ കിടക്കുകയാണ്, കുറേ ഉണ്ട് വാക്യങ്ങൾ. അതിനകത്ത് ഒന്നാമത്തെ കാര്യം വിരിഞ്ഞ മാറുള്ളവനാണെന്നാണ്. ദൈവം പറയുകയാണ്, ഞാൻ വിരിഞ്ഞ മാറുള്ളവനാണ്, ഞാൻ നെഞ്ചു വിരിച്ചു നിൽക്കുന്നവനാണ്. ഏത് വിഷയത്തെ നേരിടാൻ ഞാൻ നിന്റെ കൂടെയുണ്ട്. വിരിഞ്ഞ മാറുള്ളവൻ. ഇതിൻ്റെ അർത്ഥങ്ങൾ കുറച്ചും കൂടെ ഞാൻ പറയാൻ പോവാണ്. ഞാൻ വിരിഞ്ഞ മാറുള്ളവനാണ്. അതായത് നിന്റെ വിഷയത്തിൽ ഞാൻ കുനിഞ്ഞു നിൽക്കില്ല, വിരിഞ്ഞു നിൽക്കും. നിന്റെ വിഷയത്തിൽ ഞാൻ വിരിഞ്ഞു നിൽക്കും. നിന്റെ വിഷയത്തിൽ ഞാൻ നെഞ്ച് ഉയർത്തി തന്നെ നിൽക്കും. ഞാൻ നിന്റെ വിഷയത്തിൽ ഇടപെടും. ഒരു വിഷയം നടക്കുമ്പോൾ, രണ്ടുപേര് തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ, ചിലരുടെ കൂട്ടുകാർ വന്നിട്ട് അതിൻ്റെ നടുക്ക് കയറിയിട്ട് നെഞ്ച് വിരിച്ചു നിൽക്കും. ആർക്കാടാ ഇവനെ തല്ലേണ്ടത്? ആർക്കാടാ ഇവനെ തല്ലേണ്ടത്? ആരാടാ? നീയാണോ? അല്ല ഞാനല്ല ചേട്ടാ. നീയാണോ? അല്ല ഞാനും അല്ല ചേട്ടാ. ആർക്കാടാ എന്ന് പറയുന്നത് പോലെ യേശു പ്രശ്നത്തിന്റെ ഇടയിലോട്ട് ഇറങ്ങി വന്നിട്ട്, അബ്രഹാമേ, നിന്റെ വിഷയത്തിൽ ഞാൻ നെഞ്ചു വിരിച്ചു നിൽക്കുകയാണ്. നിന്റെ 75-ാമത്തെ വയസ്സിൽ ഒരു കാര്യം പറഞ്ഞില്ലേ, നിന്നെ ഭൂമിയിൽ വെച്ച് മാനിക്കുമെന്ന്. അത് ചെയ്തില്ലെങ്കിൽ
എൻ്റെ പേര് പേരല്ല, ഞാൻ ഏലോഹീമാണ്. നെഞ്ച് വിരിച്ചു നിന്നുകൊണ്ട് ദൈവം പറയുകയാണ്, ഞാൻ എൽ ഷദായി ആണ്, ഞാൻ വിരിഞ്ഞ മാറുള്ളവനാണ്. എല്ലാവരും ഒന്ന് പറഞ്ഞു, വിരിഞ്ഞ മാറുള്ളവൻ. ഒരു പുരുഷൻ, ഒരു ധൈര്യമുള്ള ഒരു പുരുഷന്റെ രീതിയിലാണ് ദൈവം ഇടപെടുന്നത്. എന്നിട്ട് ദൈവം അബ്രഹാമിനോട് ഇങ്ങനെയായിരിക്കും പറഞ്ഞത്, അബ്രഹാമേ, ലോത്തിനെ പിടിച്ചുകൊണ്ട് പോയപ്പോൾ, അവനെ സഹായിക്കാൻ ആരുമില്ലാത്തപ്പോൾ, രാജാക്കന്മാർ അവനെ പിടിച്ചുകൊണ്ടുപോയപ്പോൾ, വീട്ടിൽ ജനിച്ച 318 അഭ്യാസികളുമായി രാത്രി യുദ്ധത്തിന് ചെന്ന് രാജാക്കന്മാരെ തോൽപ്പിച്ച് നെഞ്ചു വിരിച്ചു കാണിച്ച് വെല്ലുവിളിച്ച് നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു കൊണ്ടുവന്നവനല്ലേ നീ? നിനക്ക് നിന്റെ സഹോദരന്റെ മകന് വേണ്ടി നെഞ്ചു വിരിക്കാമെങ്കിൽ എൻ്റെ കൽപ്പന കേട്ടിറങ്ങിയ നിനക്ക് വേണ്ടി ഞാൻ നെഞ്ചു വിരിച്ചു നിൽക്കും. ദൈവം നിനക്ക് വേണ്ടി മുമ്പിൽ നിൽക്കും. നിനക്കെതിരെ വരുന്ന പ്രശ്നങ്ങൾക്ക് ദൈവം നെഞ്ചു വിരിച്ചു നിൽക്കും. നിനക്കൊരു സങ്കടം വന്നാൽ ദൈവം എഴുന്നേൽക്കും. കൈകളടിച്ച് കർത്താവിനെ ആരാധിച്ചേ. അവൻ നിനക്ക് വേണ്ടി നിൽക്കും. കർത്താവ് നിന്റെ കൂടെ നിൽക്കും. അവന്റെ പേര് ഇമ്മാനുവേൽ എന്നാണ്. നിന്റെ കൂടെ നിൽക്കും. എല്ലാവരും വിട്ടേച്ചോടട്ടെ, നീ ഒറ്റക്ക് നിന്നു. അതുകൊണ്ട് ദാവീദ് പറഞ്ഞു, കൂരിരുൾ താഴ്വരെ കൂടി പോയാലും ഞാൻ പേടിക്കില്ല, നെഞ്ചു വിരിച്ചു നിൽക്കുന്ന എൽ ഷദായി എൻ്റെ കൂടെയുണ്ട്. ഏത് പ്രതികൂലം വന്നാലും എനിക്ക് പേടിയില്ല. ഗോലിയാത്തെ, നിന്റെ കയ്യിൽ വലിയ കുന്തമുണ്ട്. ഗോലിയാത്തെ, നിനക്ക് വലിയ ശക്തിയുണ്ട്. എന്നാൽ എൻ്റെ കൂടെ എൽ ഷദായി ഉണ്ട്. നീ കുന്തമായി എൻ്റെ നേരെ വരുന്നു, ഞാൻ എൽ ഷദായിയുടെ കൂടെ നിന്റെ നേരെ വരുന്നു. യുദ്ധം എൽ ഷദായിക്കുള്ളതാണ്. ദാവീദ് ഒരു കുഞ്ഞു കല്ലെടുത്തു, വെറുതെ അങ്ങോട്ട് ഇട്ടുകൊടുത്തതാണ്. കൃത്യമായിട്ട് ഗോലിയാത്ത് താഴെ വീണു. എൽ ഷദായി കൂടെയുണ്ടോ? യുദ്ധം ദൈവത്തിനുള്ളതാണ്. യുദ്ധം ദൈവത്തിനുള്ളതാണ്. ഈ വിഷയത്തെ ഞാൻ കൈകാര്യം ചെയ്യാം. അബ്രാമേ, നിന്റെ വിഷയത്തെ നീ കൈകാര്യം ചെയ്യരുത്. നിന്റെ ഭാര്യ ഈ വിഷയം കൈകാര്യം ചെയ്ത് കൊളമാക്കിയതാണ്. നീ കൈകാര്യം ചെയ്താൽ ഇത് പുഴയായിട്ട് മാറും. അതുകൊണ്ട് ഇത് ഞാനുണ്ട്. നീ നിരാശപ്പെടരുത്. കേറിയങ്ങട് നിന്നോ, ഞാനുണ്ടടാ. പിശാച് എന്തെല്ലാം തടഞ്ഞാലും, നിന്റെ എല്ലാ വാഗ്ദത്തങ്ങൾ തടഞ്ഞാലും, നിനക്ക് വേണ്ടി ഞാൻ ആരംഭിച്ചവൻ, ഞാൻ വിളിച്ചിറക്കിയവൻ, ഞാൻ വേർതിരിച്ചവൻ, ഞാൻ ഇതുവരെ സഹായിച്ചവൻ, ഞാൻ നിന്റെ കൂടെയുണ്ട്. എത്ര പേർക്ക് ഒരു ഉറപ്പുണ്ട്? കർത്താവ് കൂടെയുണ്ട്. യേശു പറഞ്ഞു, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ച് ഭൂമിയുടെ അറ്റത്തോളം പോയി എല്ലാവരെയും സ്നാനപ്പെടുത്തിക്കോ. ആരെങ്കിലും വെല്ലുവിളിച്ച് ഫറവോന്മാർ എഴുന്നേറ്റാൽ ഞാൻ ലോകാവസാനത്തോളം നിന്റെ കൂടെയുണ്ട്. ഒരു ബാധയും നിന്നെ തൊടുകയില്ല, ഒരു രോഗവും നിന്നെ പിടിക്കുകയില്ല. ഒരു ദേശത്തും ആർക്കും നിന്റെ നേരെ ജീവകാലത്ത് നിൽക്കാൻ കഴിയില്ല. കൈയടിച്ചതിനെ ഒന്ന് പ്രാപിച്ചെടുക്ക്. ഈ ഒരു ധൈര്യം ഒരു ദൈവ പൈതൽ പ്രാപിക്കട്ടെ. ഷദായി എന്ന വാക്കിന്റെ ഒരർത്ഥം വിരിഞ്ഞ മാറുള്ളവൻ. അടുത്തത് ഷദായി എന്ന് പറഞ്ഞാൽ ഗോഡ് ഓൾ മൈറ്റി, സർവശക്തൻ. സർവശക്തൻ, എല്ലാവരും ഒന്ന് പറഞ്ഞേ, സർവശക്തൻ. എല്ലാവരുടെ ശക്തി തീരുമ്പോഴും ശക്തി വീണ്ടും ആരംഭിക്കാൻ ശേഷിയുള്ളവൻ. യേശു പറയാണ്, എനിക്ക് ജീവനെ കൊടുക്കാനും കഴിയും, ജീവനെ തിരിച്ചെടുക്കാനും കഴിയും. അതുകൊണ്ട് ഞാൻ ക്രൂശിൽ മരിക്കാൻ വന്നിരിക്കുകയാണ്. ഞാൻ ജീവൻ കൊടുക്കുക മാത്രമല്ല, ഞാൻ ജീവൻ തിരിച്ചു പിടിക്കും. അതാണ് സർവശക്തന്റെ പ്രത്യേകത. യേശു നിന്റെ കൂടെ ഉണ്ടെങ്കിൽ നിന്റെ ജീവിതത്തിൽ തീർന്നു എന്ന് പറഞ്ഞെടുത്ത് നിന്ന് അതേ കല്ലറയിൽ നിന്ന് നീ ഉടനെ പുറത്തു വരും. ഇന്ന് നീ ഒരു കല്ലറയിലാണെങ്കിൽ നീ പുറത്തു വരും. നാളെ അനേകർ നിന്നിട്ട് പറയും, അവൻ അവിടെ ഇല്ല. എവിടെ? ബന്ധിക്കപ്പെട്ടെടുത്ത്, തീർന്നെന്ന് പറഞ്ഞെടുത്ത്, തകർന്നെന്ന് പറഞ്ഞെടുത്ത് അവൻ അവിടെ ഇല്ല. ചില സമയങ്ങളിൽ ഐസിയുയിൽ വെന്റിലേറ്ററിൽ ഒക്കെ ഉണ്ടാകും. എന്നാൽ കുറച്ച് കഴിയുമ്പോൾ അവൻ അവിടെ ഇല്ല.
വെന്റിലേറ്ററിലില്ല, വീണ്ടും ചർച്ചിൽ വന്നിരിപ്പുണ്ട്. രാജ്യങ്ങൾ കഴിഞ്ഞ ദിവസം ICUയിലായിരുന്നു, ഇപ്പോൾ ഇവിടെ വന്നിരിപ്പുണ്ട്. ഇവിടെ ഇരിക്കുന്ന പലരും പലതിലും ആയിപ്പോകും, എന്നാൽ അവിടെ പിന്നെ കാണില്ല. കാരണം അവിടെ നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ കഴിവുള്ള സർവശക്തൻ. ICUവിൻ്റെ ഒരു മറ്റൊരു അർത്ഥം ഒരിക്കൽ ഒരാൾ പറഞ്ഞു. എന്താണ്? ആമേൻ, വീട്ടിലിരുന്നാലൊന്നും ദൈവത്തെ നോക്കൂല, ICUയിൽ കിടക്കുമ്പോൾ മലന്ന് കിടന്നിട്ട് I see you, ഞാൻ നിന്നെ കാണുന്നു കർത്താവേ. ആമേൻ. വീട്ടിൽ കിടന്ന് ദൈവത്തെ കാണാത്തവൻ ICUയിൽ കിടന്ന് ദൈവത്തെ കാണും. അതിനപ്പുറത്തോട്ട് വെന്റിലേറ്ററിലോട്ട് നമുക്ക് പോകണ്ട, നേരത്തെ വീട്ടിലോട്ട് തിരിച്ചു വാ. കർത്താവിനെ നമുക്ക് ഒരുമിച്ച് ആരാധിക്കാം. ഞാൻ നിന്നെ കാണുന്നു. എവിടെ പോയാലും ദൈവത്തെ കാണുന്നവൻ കുലുങ്ങിപ്പോകില്ല. ദൈവത്തിൽ ആശ്രയിക്കുകയും ദൈവം തന്നെ ആശ്രയമായിരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. നാം ഭാഗ്യമുള്ളവരാണ്. നമുക്ക് ഈ സത്യങ്ങളൊക്കെ അറിയാൻ കഴിഞ്ഞല്ലോ. അപ്പൊ ദൈവമാരാണ്? സർവശക്തിയുള്ളവൻ, ശക്തിക്ക് മീതെയുള്ളവൻ. അതാണ് ഓൾമൈറ്റി ഗോഡ് എന്ന വാക്കിൻ്റെ ശരിയായ അർത്ഥം. അതുകൊണ്ടാണ് യെരിഹോ കോട്ട, അതിൻ്റെ കല്ലിളക്കാൻ നിങ്ങൾ ഉളിയും ചുറ്റികയുമായിട്ട് നടക്കണ്ട. അങ്ങനെയാണെങ്കിൽ യോശുവയും തൻ്റെ ഭാര്യയും പിള്ളേരും നിന്ന് ഉളിയും ചുറ്റികയും വെച്ച് അടിച്ചുകൊണ്ടേ ഇരിക്കണം. യെരിഹോ കോട്ട മറിക്കാൻ ആർക്കും കഴിയില്ല. എന്നാൽ ദൈവം പറഞ്ഞു, നിങ്ങൾ വെറുതെ സ്വത്രം പറഞ്ഞുകൊണ്ട് നടന്നാൽ മതി. കുറച്ച് ദിവസം മിണ്ടാതെ നടക്ക്, കുറച്ച് ദിവസം ഒന്ന് മൗനമായി ധ്യാനിച്ചുകൊണ്ട് നടക്ക്. എൻ്റെ പ്രവർത്തികൾ ആ സമയത്ത് ഓർക്ക്, ഞാൻ എൽ ഷദായിയാണ്. യോശുവയും കൂട്ടരും പെട്ടകം ചുമന്നുകൊണ്ട് നടക്കുമ്പോൾ എൽ ഷദായിയെ ധ്യാനിച്ചുകൊണ്ട് നടന്നു. ഏഴാം ദിവസം ഏഴാമത്തെ പ്രാവശ്യം അവർ ഒരുമിച്ച് ആർപ്പിട്ടപ്പോൾ കോട്ട മതിലുകൾ വീണു. എൽ ഷദായി, സർവശക്തിക്കും മീതെയുള്ളവൻ, ആ കോട്ടയെ തകർത്ത് കളഞ്ഞു. വാഗ്ദത്തങ്ങൾക്ക് തടസ്സം നിൽക്കുന്ന, വാഗ്ദത്തങ്ങളിലോട്ട് കയറാൻ കഴിയാതെ തടയുന്ന കോട്ട മതിലുകളെ ഇടിക്കുവാൻ കഴിവുള്ളവൻ, നിന്റെ വാഗ്ദത്തം, നിന്റെ അനുഗ്രഹത്തിലേക്ക് നിന്നെ കയറാൻ അനുവദിക്കാതെ കെട്ടിപ്പൊക്കുന്ന എല്ലാ കോട്ട മതിലുകളെയും തകർത്ത് കളയുന്നവൻ. എനിക്ക് നല്ല ഉറപ്പാണ്, ഈ വർഷത്തിന്റെ തുടക്കം മുതൽ ഓരോ കുടുംബങ്ങളും എൽ ഷദായിയെ കാണാൻ പോവുകയാണ്. നിങ്ങളുടെ വീട്ടിൽ അത് കാണാൻ പോവുകയാണ്, ഇവരുടെ പഠനത്തിൽ അത് കാണാൻ പോവുകയാണ്, നിങ്ങളുടെ ബിസിനസ്സിൽ അത് കാണാൻ പോവുകയാണ്, നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ അത് കാണാൻ പോവുകയാണ്. ഭർത്താവ് വിടുവിക്കപ്പെടാത്ത, ഭാര്യ വിടുവിക്കപ്പെടാത്ത, മക്കൾ തെറ്റിപ്പോയ കുടുംബങ്ങൾ ഒന്നും ഭാരപ്പെടേണ്ട. എൽ ഷദായി അവിടെ ഇറങ്ങും, ദൈവത്തിന്റെ ശക്തി കാണും, തലമുറകളെല്ലാം കൃപയിലേക്ക് വരും. കുടുംബമായിട്ട് സ്നാനപ്പെട്ട് ദൈവത്തിന്റെ ശക്തി ദേശത്ത് കാണും. ദൈവം പറയും, ഞാൻ എൽ ഷദായി. അപ്പൊ എൽ ഷദായിയുടെ മൂന്നാമത്തെ അർത്ഥം ഗോഡ് ഓഫ് മൗണ്ടൻ. ഞാൻ നിനക്ക് വേണ്ടി പർവ്വത സമാനമായി മാറാതെ നിൽക്കുന്നവൻ. സങ്കീർത്തനം 125 1 2. ഒരു പർവ്വതം പോലെ നിന്റെ മുമ്പിൽ നിൽക്കും. 125 1. യഹോവയിൽ ആശ്രയിക്കുന്നവർ കുലുങ്ങാതെ എന്നേക്കും നിലനിൽക്കുന്ന സിയോൻ പർവ്വതം പോലെയാണ്. അബ്രാമേ, ഞാനൊരു പർവ്വതം പോലെയാണ്. ഈ വിഷയത്തിലും നീ കുലുങ്ങണ്ട, നിന്നെ ഞാനൊരു പർവ്വതം പോലെ നിർത്തും. നീ എന്നെ ആശ്രയിച്ചാൽ മതി. ഞാൻ എൽ ഷദായിയാണ്. ഞാൻ നിനക്ക് വേണ്ടി നിൽക്കുമെങ്കിൽ നീ ഈ പ്രശ്നത്തിൽ ധൈര്യമായിട്ട് നിൽക്ക്. നിന്റെ വാഗ്ദത്തം നീ കാണും, നിന്റെ വിടുതൽ നീ കാണും. നീ എന്തിന് തളരുന്നു? നീ എന്തിന് നിരാശപ്പെടുന്നു? നീ എന്തിന് കരയുന്നു? ഞാൻ ഒരു പർവ്വതം പോലെയാണെങ്കിൽ നിന്നെയും, എന്നിൽ ആശ്രയിക്കുന്ന നിന്നെയും ഞാനൊരു പർവ്വതം പോലെയാക്കും. രണ്ടാം വാക്യം, പർവ്വതങ്ങൾ യെരൂശലേമിനെ ചുറ്റിയിരിക്കുന്നു. യഹോവ ഇന്നു മുതൽ എന്നേക്കും തൻ്റെ ജനത്തെ ചുറ്റിയിരിക്കുന്നു. യെരൂശലേമിന് ചുറ്റുമുള്ള 7 വലിയ മലകൾ, 7 ആയിരിക്കാം, അവിടെ ചെന്നപ്പോൾ എണ്ണാൻ പറ്റിയില്ല, ആരോ പറഞ്ഞതാ. അപ്പോൾ ഈ 7 മലകൾ ഉള്ളത് കൊണ്ട് ഈ നാടിനെ ആക്രമിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ചുറ്റു ശത്രുക്കളാണ്. ഇത്രയും വർഷമായിട്ടും യെരൂശലേമിനെ തോൽപ്പിക്കാൻ കഴിയുന്നില്ല. കാരണം
പർവ്വതങ്ങൾ യെരൂശലേമിനെ ചുറ്റിയിരിക്കുന്നു. ഇതുപോലെ യഹോവ ഇന്നു മുതൽ എന്നേക്കും തൻ്റെ ജനത്തെയും ചുറ്റിയിരിക്കും. വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഒരു യെരൂശലേമിനെ തൊടാൻ ലോകത്തിലെ വൻ ശക്തികൾക്ക് കഴിയാതിരിക്കുമ്പോൾ അതിൽ നിന്നൊരു സത്യം ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, ഇതുപോലെ എൻ്റെ ജനത്തെ ഞാൻ ചുറ്റി വെച്ചിരിക്കുകയാണ്. ഒന്നും വരില്ല, നിനക്കെതിരെ വരുന്ന ഒരായുധവും ഇങ്ങോട്ട് വരില്ല, ഒരായുധവും ഫലിക്കില്ല, മന്ത്രവാദം ഫലിക്കില്ല, ആഭിചാരം ഫലിക്കില്ല, ലക്ഷണവിദ്യ ഫലിക്കില്ല, അപവാദം ഫലിക്കില്ല, നിന്ന ഫലിക്കില്ല, പരിഹാസം ഫലിക്കില്ല, നിനക്കെതിരെ എഴുതി ഉണ്ടാക്കിയ കള്ള കഥകൾ ഫലിക്കില്ല. ഞാൻ നിന്നെ ചുറ്റി പരിപാലിക്കും. ഇതിനകത്തുനിന്ന് പലരെയും പുറത്തെടുക്കാൻ പോവുകയാണ്. ധൈര്യമുള്ള ചിലരെ പുറത്തെടുക്കാൻ പോവുകയാണ്. ധൈര്യമുള്ള ചിലരെ എഴുന്നേൽപ്പിക്കാൻ പോവുകയാണ്. എടാ, ഞാൻ നെഞ്ചു വിരിച്ച് നടക്കുന്നവനാണെങ്കിൽ നീയും നെഞ്ചു വിരിച്ച് നടക്കണം. ഞാൻ പർവ്വതം പോലെ നിൽക്കുന്നവനാണെങ്കിൽ നീയും പ്രശ്നത്തിൽ പർവ്വതം പോലെ നിൽക്കണം. പർവ്വതങ്ങൾ യെരൂശലേമിനെ ചുറ്റിയിരിക്കുന്നു. യഹോവ ഇന്നു മുതൽ എന്നേക്കും തന്റെ ജനത്തെ ചുറ്റിയിരിക്കും. നാലാമത്തേത്, അമ്മയുടെ മാറിടമെന്ന് വേറൊരു പരിഭാഷയിൽ. അമ്മയുടെ മാറ്, അതായത് ഒരു കുഞ്ഞ് കരയുമ്പോൾ അമ്മയുടെ മാറിൽ നിന്ന് പാല് മാത്രമല്ല, സംരക്ഷണം, തലോടൽ, ഓമനത്വം, ഉറപ്പ്, കൂട്ടത്തിലൊരു പാട്ട്, എന്തെല്ലാം ഉണ്ട്, താരാട്ട് പാട്ട്, എന്തെല്ലാം കാര്യങ്ങളാണ് അമ്മയുടെ മാറിടത്തിൽ നടക്കുന്നത്. ചൂട്. ഒരു കുഞ്ഞിന് വളരണമെങ്കിൽ ഇതെല്ലാം വേണം. ഞാൻ അമ്മയുടെ മാറിടം പോലെയാണ്, നീ എൻ്റെ മാറിലോട്ട് അങ്ങോട്ട് ചേർന്ന് കിടന്നു. അപ്പൻ പറയുന്നത് ഞാൻ നെഞ്ചു വിരിച്ച് നിനക്ക് വേണ്ടി നിൽക്കാം. അമ്മ പറയുന്നത് കുഞ്ഞ് എൻ്റെ മാറിലോട്ട് ചേർന്ന് നിന്നോ, നീ വളരും. നീ വെറുതെ ചേർന്ന് കിടന്ന് ആ പാല് കുടിച്ചാൽ മതി, നീ വളരും, നീ വളരും, നീ വളരും. അങ്ങനെ വളർന്നവരാണ് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും. അമ്മയുടെ മാറിടത്തിൽ വളർന്നവരാണ്. അതുകൊണ്ട് ദൈവം പറയാണ്, അബ്രാമേ, നിനക്ക് ഞാൻ അമ്മയുടെ മാറിടം പോലെയാണ്. അപ്പം അവിടെ പറയുന്ന 3 കാര്യങ്ങളാണ്. എ സ്ട്രോങ് സപ്ലയർ, ചോദിക്കുന്നത് തരുന്നവൻ. എ സ്ട്രോങ് ഗിവർ, നിനച്ചത് തരുന്നവൻ, ചോദിക്കുന്നതും നിനക്കുന്നതും. എ സ്ട്രോങ് നറീഷർ, അതായത് ചോദിച്ചതിലും നിനച്ചതിലും അത്യന്തം പരമായി തരുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ ചെയ്യുവാൻ കഴിയുന്നവൻ. ഇന്നിത് കേട്ടിട്ട് നിങ്ങളുടെ സാഹചര്യങ്ങളിലുള്ള എല്ലാ വെല്ലുവിളികളെയും നിങ്ങൾ നേരിടാനായിട്ട് ഇവിടെ നിന്ന് എഴുന്നേറ്റ് പോകണം. ഇന്ന് നിങ്ങളുടെ വീടിനെ പണിയാൻ നിങ്ങൾ എഴുന്നേറ്റ് പോകണം. നിങ്ങളുടെ ആരോഗ്യത്തിന് വിരോധമായിട്ടുള്ള എല്ലാറ്റിനെയും നിങ്ങൾ എതിർക്കണം. പിശാചിനോട് എതിർത്ത് നിൽപ്പേൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോവും. എങ്ങനെ എതിർക്കും? എടാ, ഞാൻ മിടുക്കനാണെന്ന് പറഞ്ഞാൽ പോകില്ല. എൻ്റെ ദൈവം എൽ ശദായിയാണ്. എടാ, ഞാൻ ഒറ്റക്കല്ലടാ, എൻ്റെ കൂടെ ഒരുവനുണ്ട്. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തിരം ഞാൻ സകലത്തിലും മതിയാകുന്നു എന്ന് പറഞ്ഞ് വിഷയങ്ങൾക്ക് നേരെ പുറപ്പെട്ടു പോകാൻ ഇന്ന് കർത്താവ് നമ്മെ വിളിക്കുകയാണ്. എത്ര പേർക്കൊരു ഉറപ്പുണ്ട്, ഇന്ന് എൻ്റെ ജീവിതത്തിൽ ഈ വചനത്താൽ ഞാൻ മുന്നോട്ട് പോകാൻ പോവുകയാണ്. പരീക്ഷകളിൽ നിങ്ങൾ മുന്നോട്ട് പോകും. സ്കൂളിലെ പരീക്ഷ മാത്രമാണോ? സ്കൂളിലെ പരീക്ഷ 10, 12 ഡിഗ്രി തീർന്നു. അത് കഴിഞ്ഞാൽ ജീവിതകാലം മുഴുവൻ പരീക്ഷയാണ്. കല്യാണം കഴിഞ്ഞ് അന്ന് മുതൽ പരീക്ഷ, കല്യാണ പരീക്ഷ. പിള്ളേര് ജനിച്ചാൽ അന്ന് മുതൽ പരീക്ഷ, പിള്ളേര് പരീക്ഷ. ഓരോ സീസണിലും പറ്റിയ നല്ല പരീക്ഷ. കല്യാണം കഴിക്കാത്തവർക്ക് അതൊരു പരീക്ഷ, കല്യാണം കഴിച്ചവർക്കോ അതിലും വലിയൊരു പരീക്ഷ. കല്യാണം കഴിക്കാത്തപ്പോൾ വേണം, കല്യാണം കഴിച്ചു കഴിഞ്ഞാലോ ഇത് വേണ്ടായിരുന്നു. ഇതെല്ലാം പരീക്ഷകളാണ്. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഈ പരീക്ഷകളെല്ലാം നേരിടാൻ നമ്മെ കൊണ്ട് കഴിയില്ല. അബ്രാമേ, ഇനി നിന്റെ പേര് അബ്രാമല്ല, ഞാൻ നിന്നെ അബ്രഹാമാക്കുകയാണ്. ഇന്ന് മുതൽ നീ അബ്രാമല്ല, നീ അബ്രഹാമാണ്. അതായത് നീ ബഹുജാതികൾക്ക് പിതാവ്. ഇനി നിന്റെ ഭാര്യ സാറായി അല്ല, സാറ രാജകുമാരി. 2 പേരും കൂടി വീട്ടിൽ പോയി അന്ന് മുതൽ അത് ഹോംവർക്കാക്കി.
അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ചു. സാറ പറഞ്ഞു, ബഹുജാതികൾക്ക് പിതാവേ, ചോറ് റെഡി. അപ്പോ വീടിന് ചുറ്റുമുള്ള ആൾക്കാരെ കൂടി, പാവ അമ്മച്ചി വട്ടായിപ്പോയി. അപ്പോഴേക്കും അബ്രഹാം, സാറായി ഞാനിതാ വരുന്നു. അപ്പോ അച്ചായനും വട്ടായിപ്പോയി. 1 വർഷം വട്ട് സംസാരിച്ചു. എന്താണ് വിശ്വാസം? ലോകത്തിന്റെ മുമ്പിൽ വട്ടും ദൈവസന്നിധിയിൽ വിലയേറിയതും അതാണ് വിശ്വാസം. ഞാൻ ബഹുജാതികൾക്ക് പിതാവ്. ആമേ. ഭാര്യ പറഞ്ഞു, ഞാൻ രാജകുമാരി. പറഞ്ഞ് അവൻ ബഹുജാതികൾക്ക് പിതാവായി. അടുത്ത വർഷം ആയപ്പോൾ ആ പറഞ്ഞത് ഇസഹാക്ക് ചിരിയായി ദൈവം അവന് പുറത്തു കൊടുത്തു. സാറായ്ക്ക് അവൾ രാജകുമാരി, അവളിൽ നിന്ന് രാജാക്കന്മാർ പുറപ്പെട്ടു. അവളിൽ നിന്ന് പുറപ്പെട്ടതാണ് രാജാതി രാജാവായ യേശു കർത്താവ്. യേശുവിന് ധൈര്യവും സന്തോഷവുമാണ്. എന്താണ്? ഇവളിൽ നിന്ന് പുറപ്പെട്ടതിൽ ഞാൻ അബ്രഹാമിന്റെ ദൈവം, ഇസഹാക്കിന്റെ ദൈവം, യാക്കോബിന്റെ ദൈവം. ഞാൻ അബ്രഹാമിന്റെ ദൈവം എന്നല്ല പറഞ്ഞത്, അബ്രഹാമിന്റെ. എന്റെ വാക്ക് കേട്ട് പേര് മാറ്റി വിശ്വാസത്തിന്റെ ചുവട് വച്ചവന്റെ ദൈവമാണ് ഞാൻ. എത്ര പേരോട് ദൈവം എന്ന് സംസാരിച്ചു? ഇത്രയേ ഉള്ളൂ. ഇത്രയും സംസാരിച്ചുള്ളൂ. ഇത്രയേ ഉള്ളൂ. ഉറക്കെ ഒരു ഹല്ലേലൂയ പറഞ്ഞേ. നമ്മുടെ ദൈവം കൂടെയുണ്ടെങ്കിൽ, വിരിഞ്ഞ മാറുള്ളവൻ കൂടെയുണ്ടെങ്കിൽ, എൽ ഷദായി കൂടെയുണ്ടെങ്കിൽ, ഏത് സാഹചര്യത്തെയും നമുക്ക് നേരിടാൻ കഴിയും. സാറായുടെ രാജകുമാരിയുടെ മകനായി അവൾ പറഞ്ഞതുപോലെ യേശു രാജാവായി പിറന്നവൻ വന്നു, മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് പോയി. പോകുന്നതിന് മുമ്പ് തന്നെ കാണിച്ചു കൊടുക്കുന്ന രാത്രിയിൽ യേശു അപ്പമെടുത്തു. നിങ്ങൾക്ക് വേണ്ടി തകർക്കപ്പെടാനുള്ള എൻ്റെ ശരീരം ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ഭക്ഷിപ്പിനെന്ന് പറഞ്ഞ് യേശു അപ്പമെടുത്ത് അവർക്ക് നുറുക്കി കൊടുത്തു. അവണ്ണം തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം യേശു പാനപാത്രം എടുത്തു. ഇത് എൻ്റെ രക്തത്തിൽ ഞാൻ എഴുതുന്ന പുതിയ നിയമമാണ്. പഴയ നിയമം അബ്രഹാമും ദൈവവും തമ്മിലെങ്കിൽ, പുതിയ നിയമം ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രനും ദൈവവും തമ്മിലുള്ള നിയമമാണ്. അതുകൊണ്ട് നിങ്ങൾ ഇനി മുതൽ ദാസന്മാരല്ല, നിങ്ങൾ ഇന്നു മുതൽ എന്നിൽ വിശ്വസിക്കുന്നത് കൊണ്ട് മക്കളാണ്. മക്കളെങ്കിൽ അവകാശികളാണ്, ദൈവത്തോടുകൂടെ കൂട്ടവകാശികളാണ്. കർത്തൃമേശ എന്നുള്ള ശുശ്രൂഷ നടക്കുമ്പോൾ നമുക്കുള്ള ഏറ്റവും വലിയ ധൈര്യം, ഞാൻ യേശുവിൻ്റെതാണ്, ഞാൻ ദൈവ പൈതലാണ്, എനിക്ക് പരാജയപ്പെടാൻ കഴിയില്ല. പരാജയപ്പെടണമെങ്കിൽ ദൈവത്തിൻ്റെ ചരിത്രം വായിക്കുക. എവിടെയെങ്കിലും ദൈവം തോറ്റ ചരിത്രമുണ്ടെങ്കിൽ നിനക്കും തോൽവിയുണ്ട്. അല്ല, ദൈവ പൈതലെ, എവിടെയെങ്കിലും ദൈവം തോൽക്കാതെ ജയാളിയായി നിന്നിട്ടുണ്ടെങ്കിൽ ആ സാഹചര്യങ്ങളൊക്കെ നിനക്കും ജയമാണ്. ഭൂമിയിൽ ഒരിക്കലും നീ തോറ്റുപോകില്ല, ഒരിക്കലും നീ കുറഞ്ഞു പോകില്ല. ഓരോ പ്രശ്നവും നിന്നെ വളർത്തിയെടുക്കും, ഓരോ സങ്കടങ്ങളും നിന്നെ ഉയർത്തിയെടുക്കും.